ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വൈഡ് ഏരിയ നെറ്റ്വർക്ക്, മൾട്ടിപ്പിൾ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനുകളിലുള്ള ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വാൻ യൂസ് ചെയ്യുന്നത്. രണ്ട് ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യണം നമുക്ക്. ആ രണ്ട് ലാനും വേറെ വേറെ ലൊക്കേഷൻസിലാണുള്ളത്. സപ്പോസ് ഒരു ലാന് കാലിക്കറ്റാണുള്ളത്, ഒരു ലാന് എറണാകുളമാണുള്ളത്, അല്ലെങ്കിൽ ഒരു ലാന് ദുബായ് ആണ്. അപ്പൊ ഇത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? വൈഡ് ഏരിയ നെറ്റ്വർക്ക് ചെയ്യണം. ഓക്കെ, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാൻ ഇംപ്ലിമെന്റ്. ഇപ്പൊ വാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം, ഈ വാൻ എന്ന് പറയുന്നത് നമുക്ക് സ്വന്തം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആരുടെ സഹായം വേണം? നമുക്ക് വാൻ ഇംപ്ലിമെന്റേഷൻ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു വാൻ സർവീസ് പ്രൊവൈഡറുടെ ഹെൽപ്പ് വേണം. ഓക്കെ, ഒരു ടെലികോം സർവീസ് പ്രൊവൈഡറോ അല്ലെങ്കിൽ ഒരു വാൻ സർവീസ് പ്രൊവൈഡറോ ഹെൽപ്പോട് കൂടെ മാത്രമേ നമുക്കിപ്പോൾ നിങ്ങൾ അങ്ങനെ ഓർക്കുക, നമുക്ക് കാലിക്കറ്റ് ഒരു ഓഫീസ് ഉണ്ട്. കാലിക്കറ്റ് നമ്മളൊരു ലാൻ ഇംപ്ലിമെന്റ്, അതായത് ഒരു സ്വിച്ച് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ പീസുകൾ നമ്മൾ അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നൊരു ട്രിവാൻഡ്രം എന്തുണ്ട്, ട്രിവാൻഡ്രം അല്ലെങ്കിൽ വേണ്ട ബാംഗ്ലൂർ. ഓക്കെ, ബാംഗ്ലൂർ എന്തുണ്ട്, നമുക്കൊരു വേറൊരു ബ്രാഞ്ച് ഓഫീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഹെഡ് ഓഫീസ് ഉണ്ട്. ഓക്കെ, ബാംഗ്ലൂർ നമ്മളൊരു സ്വിച്ച് വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് കമ്പ്യൂട്ടറുകൾ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവരെ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ടെലികോം സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ വാൻ സർവീസ് പ്രൊവൈഡർ ഹെൽപ്പ് വേണം. അതായത് BSNL, റിലയൻസ്, ഭാരതി, അല്ലെങ്കിൽ ടാറ്റ, അല്ലെങ്കിൽ ജിയോ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ഹെൽപ്പ് വേണം. ഓക്കെ, വാൻ സർവീസ് പ്രൊവൈഡർ. ഇത് നിങ്ങൾ ISP ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ISP എന്ന് പറയുന്നത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ്. നമ്മളിപ്പോ ഇന്റർനെറ്റിലേക്ക് വരുന്നില്ല. വാനും കൂടെ കഴിഞ്ഞ് വാനും കൂടെ ഡെപ്തിൽ നമ്മൾ പഠിച്ച് അതിന്റെ കാര്യങ്ങൾ കൺസെപ്റ്റുകൾ ക്ലിയർ ആയെങ്കിൽ മാത്രമേ നമ്മൾ ഇന്റർനെറ്റിലേക്ക് പോകുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇന്റർനെറ്റുമായിട്ട് യാതൊരു ബന്ധം വരുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, ഇപ്പൊ നമ്മളൊരു വാൻ ഇംപ്ലിമെന്റേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്നറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറിനെ സെലക്ട് ചെയ്യണം. BSNL ആണോ, ഓക്കെ, അല്ലെങ്കിൽ VSNL ആണോ, അല്ലെങ്കിൽ ടാറ്റയും BSNL സെയിം ആണ്, അല്ലെങ്കിൽ ജിയോ ആണോ, അല്ലെങ്കിൽ റിലയൻസ് ആണോ, അല്ലെങ്കിൽ എയർടെൽ ആണോ, അല്ലെങ്കിൽ വോഡാഫോൺ ആണോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് എല്ലാം എന്തായിരുന്നു, വാൻ സർവീസ് പ്രൊവൈഡേഴ്സ് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ പറയും, എനിക്ക് കാലിക്കറ്റ് ഇന്ന ലൊക്കേഷൻ മുതൽ ബാംഗ്ലൂർ ഇന്ന ലൊക്കേഷൻ വരെ ഒരു ലീസ്ഡ് ലൈൻ വേണം. ഓക്കെ, വാനിൽ വരുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് വാനാണ് ലീസ്ഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലീസ് ലൈൻ വേണമെന്ന് പറയുന്ന സമയത്ത് അവർ ചോദിക്കും, ഓക്കെ, എവിടെയാ ലൊക്കേഷൻ, ഡെസ്റ്റിനേഷൻ ലൊക്കേഷൻ എവിടെയാണ്, അപ്പോൾ പിന്നെ അതിനകത്ത് എത്ര ബാൻഡ് വിഡ്ത്താണ് നിങ്ങൾക്ക് വേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അവർ പറയും, ഓക്കെ, ഇത്ര എമൗണ്ട് ആണ് ഇതിനാവുന്നത്. ലീസ് ലൈൻ ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കും. ലീസ് ലൈനിൽ അവർ ഒരു ലീസ് എമൗണ്ട് പറയുക ചെയ്യും. ഇപ്പോൾ സപ്പോസ് നമ്മൾ ഒരു 2 lakh rupees അല്ലെങ്കിൽ ഒരു 3 lakh rupees 3 lakh rupees ആണ് നമുക്ക് വരുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾ ചോദിച്ചത് 2 Mbps ആണ്, അല്ലെങ്കിൽ 10 Mbps ആണ് നിങ്ങൾ ചോദിച്ചത്. ഈ 10 Mbpsന്റെ കണക്ഷന് നമുക്ക് വരുന്ന ചാർജ് ഇത്രയാണെന്ന് അവർ പറയും. അപ്പൊ നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, BSNL വിളിച്ച് ചോദിക്കും, റിലയൻസിനെ വിളിച്ച് ചോദിക്കും, എയർടെലിനെ വിളിച്ച് ചോദിക്കും, എല്ലാവരും വിളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കമ്പയർ ചെയ്യും. റേറ്റും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഏറ്റവും നല്ല ആൾക്ക് നമ്മൾ കൊടുക്കും. ചിലപ്പോൾ റേറ്റ് മാത്രമായിരിക്കില്ല നമ്മൾ കമ്പയർ ചെയ്യുക, ബാക്കിയുള്ള നമ്മുടെ കൊളീഗ്സിന്റെ അടുത്തൊക്കെ വിളിച്ചില്ലെങ്കിൽ നമ്മൾ അതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വേറെ ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവരുടെ സർവീസ് നല്ലതാണോ, ഇപ്പം റെയിൽവേറിന്റെ ഒരു കണക്ഷൻ, സർവീസ് നല്ലതാണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചോദിച്ച് എല്ലാം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇത് നമ്മൾ സെലക്ട് ചെയ്യുക. എത്ര എമൗണ്ട് വരുന്നുണ്ട് എന്ന്, അവരുടെ സർവീസ് നല്ലതാണോ ഒക്കെ നോക്കിയതിന് ശേഷം നമ്മൾ, അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർക്ക് പേയ്മെന്റ് കൊടുക്കണം. ഈ 3 lakh എന്ന് പറഞ്ഞ എമൗണ്ട് നമ്മൾക്ക് അവർക്ക് അടച്ചു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ അത് അടച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വാൻ സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്ന ആൾക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ഫുള്ളായിട്ട് ഓരോരോ ലൊക്കേഷനിലും സ്വിച്ചിങ് എക്യുപ്മെന്റ്സ് വെച്ചിട്ടുണ്ടാവും. ടെലികോം സ്വിച്ചസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ ഏറ്റവും നിയർ ബൈ, ഇപ്പൊ കാലിക്കറ്റ് ബ്രാഞ്ചിന്റെ ഏറ്റവും നിയർ ബൈ ഓഫീസ് ഇപ്പോൾ വെള്ളയിൽ എക്സ്ചേഞ്ച് ചെയ്യും. ഇപ്പൊ കാലിക്കറ്റിന്റെ ഏറ്റവും നിയർ ബൈ ആയിട്ടുള്ള, അപ്പൊ വെള്ളയിൽ എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ഇതിപ്പോ വെള്ളയിൽ എക്സ്ചേഞ്ച് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് വെള്ളയിൽ എക്സ്ചേഞ്ചിലെ ടെലികോം സ്വിച്ച് ആണ്. അവിടെ നമുക്കൊരു
കണക്ഷൻ നമുക്ക് നേരെ തരും. അതൊരു മോഡം വഴി, ഒരു CSU DSU എന്ന് പറയുമ്പോൾ ചാനൽ സർവീസും ഡാറ്റ സർവീസും ഒരു മോഡം വഴി നമ്മൾ എന്ത് ചെയ്യും, റൂട്ടറിന്റെ സീരിയൽ ഇന്റർഫേസിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും. S0/0/0 അല്ലെങ്കിൽ S0/1/1 അല്ലെങ്കിൽ അങ്ങനെ ഏതാ ഇന്റർഫേസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ആ ഇന്റർഫേസിൽ നമുക്കിപ്പോൾ വാൻ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഇന്റർഫേസ് ആണ് റൂട്ടറിനകത്ത് സീരിയൽ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ലാൻ കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാനുള്ളത് എന്ത്, സ്വിച്ച് വെച്ച് കണക്ട് ചെയ്യാനുള്ളതാണ് എതർനെറ്റ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. എതർനെറ്റ് ഇന്റർഫേസ്, ഫാസ്റ്റ് എതർനെറ്റ് ഇന്റർഫേസ് അല്ലെങ്കിൽ ജിഗാബിറ്റ് എതർനെറ്റ് ഇന്റർഫേസ്. ഓക്കെ, ഇങ്ങനെയാണ് കണക്ഷൻ വരിക. ഓക്കെ, അപ്പൊ നമ്മളുടെ നിയറസ്റ്റ് എക്സ്ചേഞ്ച് വെള്ളയിൽ എക്സ്ചേഞ്ച് ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തു. പിന്നെ അത് ട്രിവാൻഡ്രത്ത് അവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ഉണ്ടാവും. അവിടെ നിന്ന് CSU DSU വഴി ഇവിടുത്തെ റൂട്ടിനകത്ത് നമ്മൾ കണക്ഷൻ കൊടുത്തു. അപ്പം ഫിസിക്കൽ ആയിട്ടുള്ള കണക്ഷൻസ് ഒക്കെ ചെയ്തു. പിന്നെ ഇതിനുള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണ്? ഇത് സർവീസ് പ്രൊവൈഡർ ചെയ്തോളും. അപ്പൊ എഫക്റ്റീവ്ലി നമുക്ക് ഈ റൂട്ടറിൽ ഒരു സാർ ഇത് കണക്ഷൻ ആണോ സംഭവിക്കുക, നെറ്റ്വർക്ക് വേറെ ചെയ്യണം? അല്ല, അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ BSNL സർവീസ് എടുത്തു എന്ന് വിചാരിക്കാം. BSNL എന്ത് ചെയ്യും, ഈ ലൈന് നിങ്ങൾക്ക് കൊണ്ടുതരും. ഈ ലൈന് അപ്പൊ CSU DSUലേക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, റൂട്ടറിനകത്തേക്ക് കണക്ട് ചെയ്യാം. അത് BSNL എഞ്ചിനീയർ വന്നിട്ട് അത് കണക്ട് ചെയ്ത് തരാം നിങ്ങൾക്ക്. ഓക്കെ, ഈ CSU DSU വെച്ചിട്ട് നമ്മൾ പ്രിമൈസിൽ വെച്ചിരാ, BSNL എഞ്ചിനീയർ വന്നിട്ടാണ് വെച്ചത്. അതേപോലെ തന്നെ അപ്പുറത്തെ ബ്രാഞ്ചിൽ അവിടുത്തെ എഞ്ചിനീയർ എന്ത് ചെയ്യും, മോഡം വെച്ചിട്ട് ഈ കണക്ഷൻ കൊടുക്കും. ഓക്കെ, പക്ഷെ നമുക്ക് എഫക്റ്റീവ്ലി എന്തായി, ഈ റൂട്ടിന്റെ ഈ ഇന്റർഫേസിൽ നിന്നും ഈ റൂട്ടിന്റെ ഈ ഇന്റർഫേസിലേക്ക് ഒരു ജസ്റ്റ് ഒരു ലൈൻ കണക്ട് ചെയ്ത് അതേ എഫക്റ്റ്, എത്ര ബാൻഡ് വിഡ്ത്ത് 2 Mbps ബാൻഡ് വിഡ്ത്ത് 2 Mbps കണക്ട് ചെയ്തൊരു. പക്ഷെ നിങ്ങൾ വിചാരിക്കുക ലീസ് ലൈൻ, നിങ്ങൾ വിചാരിക്കുക ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്, ടെലികോം സ്വിച്ചുകളും അതങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ അതൊന്നും നമ്മൾ ട്രാൻസ്പാരന്റ് ആണ് നമ്മളെ സംബന്ധിച്ചോളം. റൂട്ടറിനെ സംബന്ധിച്ചോളം ജസ്റ്റ് എന്താണ്, അവർക്കൊരു ലൈൻ നേരെ എടുത്തിട്ട് ഈ റൂട്ടറിലേക്ക് കൊടുത്ത പ്രതീതിയാണ് അവർക്ക് ഉണ്ടാവുക. ക്ലിയർ ആയോ? അപ്പം നമുക്ക് 2 ബ്രാഞ്ച് വെച്ചിട്ട്, അതായത് വളരെ സിമ്പിൾ ആയിട്ട് 2 ബ്രാഞ്ച്. ഇപ്പൊ കുറച്ചും കൂടെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ്, മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. എഫക്റ്റീവ്ലി നമുക്ക് കാലിക്കറ്റ് ബ്രാഞ്ചിൽ നിന്നും ട്രിവാൻഡ്രം ബ്രാഞ്ചിലേക്ക് എന്ത് ചെയ്തു, ഒരു ലീസ് ലൈൻ എടുത്തു. ഒരു ലൈന് നമ്മൾ ഇതിന്റെ S0/0/0, ഇതിന്റെ S0/0/0 ഏതിലേക്കാന്ന് വെച്ചാൽ നമ്മൾ നേരെ ഒരു കണക്ഷൻ. പിന്നെ നമ്മളുടെ ലാന്, കാലിക്കറ്റ് ബ്രാഞ്ചിൽ ഒരു ലാൻ ഉണ്ടായിരുന്നു, അതേമാതിരി എറണാകുളം ബ്രാഞ്ചിലും ഒരു ലാൻ ഉണ്ടായി. പിന്നെ ഇവിടെ ഒരു വാനും ഉണ്ട് അല്ലേ? ഈ ലീസ് ലൈൻ നേരെ സ്വിച്ചിക്കാണ് അത് മോഡത്തിലേക്ക് കയറുക? ആ മോഡത്തിലേക്ക് വരാം. മോഡം ത്രൂ ആണ് നമ്മൾ റൂട്ടിലേക്ക് കൊടുക്കുക. മോഡത്തിന് നമ്മൾ CSU DSU എന്നാണ് വിളിക്കുക. അല്ലെങ്കിൽ ഇപ്പോ ചില ഇതിനകത്തൊക്കെ മക്സ് ആണ് വരിക, മക്സ് മൾട്ടിപ്ലക്സർ എന്ന് പറയും. ഓക്കെ, അതിൽ സീരിയൽ ഇന്റർഫേസിലേക്ക് കൊടുക്കുക. ഇപ്പൊ പുതിയ വരുന്ന ലീസ് ലൈന് സീരിയൽ ഇന്റർഫേസ് വേണം നിർബന്ധമില്ല. നമ്മൾ UTP കേബിൾ അല്ല, സാധാരണ വരുന്ന UTP കേബിൾ ആയിട്ട് തന്നെ വരും. ഫൈബർ വഴി വന്നിട്ട് ഫൈബറിന് നേരെ എതർനെറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ഡയറക്റ്റ് ഇന്റർഫേസ്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് ഡയറക്റ്റ് ഇന്റർഫേസിൽ തന്നെ കൊടുക്കാം. G0/0 ജിഗാബിറ്റ് എതർനെറ്റ് ഇന്റർഫേസിൽ തന്നെ വേണമെങ്കിൽ ഇത് കണക്ഷൻ കൊടുക്കാൻ പറ്റും. സീരിയൽ ഇന്റർഫേസ് വേണമെന്നില്ല. നമ്മൾ ലാബ് ചെയ്യുന്ന സമയത്ത് സീരിയൽ ഇന്റർഫേസ് വെച്ചിട്ടാണ് ഫസ്റ്റ് ചെയ്ത് നോക്കുക, കാരണം നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? കണക്ഷൻ കൊടുക്കുന്നത് ക്ലിയർ ആയോ? കണക്ഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടുള്ളൂ, സർവീസ് പ്രൊവൈഡറിന്റെ എഞ്ചിനീയർ വരുന്ന സമയത്ത് നമ്മൾ എവിടേക്കാ കണക്ഷൻ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കേണ്ടേ ഉള്ളൂ. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഓർത്ത് വയ്ക്കേ, ഇപ്പൊ ഒരു ഹെഡ് ഓഫീസ് ഉണ്ട് വെച്ചോ. ഓക്കെ, ഈ ഹെഡ് ഓഫീസിന് മൾട്ടിപ്പിൾ ബ്രാഞ്ച് ഓഫീസിലേക്ക് ലീസ് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ഒരു ലീസ് ലൈൻ ചിലപ്പോൾ S0/0/0 കൊടുക്കും. അപ്പൊ അവിടുത്തെ എഞ്ചിനീയർ വരുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഓക്കെ ഇത് കാലിക്കറ്റ് ബ്രാഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ S0/0/0 കൊടുക്കേണ്ടത്. ഇനി എറണാകുളം ബ്രാഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ S0/0/1 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇത് S0/0/2 ആണ് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമേ നമുക്കുള്ളൂ. ഓക്കെ, സർവീസ് പ്രൊവൈഡറിന്റെ അടുത്തു നിന്നുള്ള എഞ്ചിനീയർ വന്നിട്ടാണ് ഇത് നമുക്ക് കണക്ഷൻ ചെയ്ത് തരിക. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്ത സെക്ഷനാണ് നമുക്ക് CCNAക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അടുത്ത സെക്ഷനാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. എന്ത്?
IP അഡ്രസ് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ഒരു ലാൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലാനിലുള്ള എല്ലാവരുടെയും നെറ്റ്വർക്ക് ID സെയിം റേഞ്ച് ആയിരിക്കണം. ഓക്കെ, വാനിൽ IP അസൈൻമെന്റ് വരുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നെറ്റ്വർക്കിന് കൊടുത്ത നെറ്റ്വർക്ക് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യരുത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇതിന് കണ്ടില്ലേ 192.168.10.0 എന്ന് പറയുന്ന നെറ്റ്വർക്കാണിത് അല്ലേ? കുറച്ച് സൂം ചെയ്ത് തരാം. ഇത് 192.168.10.0 നെറ്റ്വർക്ക്. ഓക്കെ, അപ്പൊ 10.1 എന്ന് പറയുന്ന IP നമ്മൾ ഈ റൂട്ടിന്റെ ഈ ഇന്റർഫേസിനാണ് കൊടുക്കുക. ഇതൊക്കെ കൂടെ ഒരു നെറ്റ്വർക്കാണ്, ഇതൊരു ലോജിക്കൽ നെറ്റ്വർക്കാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫസ്റ്റ് IP 192.168.10.1 എന്ന് പറയുന്ന IP ഇവിടെ കൊടുക്കും, 10.2 ഇവിടെ കൊടുക്കും, 10.3 ഇവിടെ കൊടുക്കും, 10.3 10.4 അങ്ങനെ കൊടുക്കും. ഈ 10 തന്നെ ഇവിടെ കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. ഇവിടെ 192.168.30. റേഞ്ച് കൊടുത്തു കണ്ടോ, നെറ്റ്വർക്ക് ID മാറി 192.168.30.0. അപ്പൊ 30.1 ഇവിടെ കൊടുക്കുക, ബാക്കി റൂട്ടേഴ്സിന് IP കൊടുത്തു. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ IP അസൈൻ ചെയ്തു, ഇവിടെ നമുക്ക് IP അസൈൻ. ഇതേപോലെ വേറൊരു ഡാറ്റ ലിങ്ക് ആണ് എന്ത്, വാൻ കണക്ഷൻ ആണെങ്കിലും പോയിന്റ് ടു പോയിന്റ് ആണെങ്കിൽ പോലും അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്തായിട്ടാണ്, ഒരു നെറ്റ്വർക്ക് ആയിട്ട് തന്നെയാണ്. അപ്പൊ 192.168.20.0 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ ഒരിക്കലും നെറ്റ്വർക്ക് റിപ്പീറ്റ് ആവരുത്. ഇവിടെയും 10 കൊടുത്തു, ഇവിടെയും 10 കൊടുത്തു, എന്ത് സംഭവിക്കും? കമ്മ്യൂണിക്കേഷൻ നടക്കുമോ? ഇല്ല. അപ്പൊ ഒരിക്കലും ഒരു ലാനിൽ കൊടുത്ത IP വേറെ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ വാനിന് മാത്രമല്ല നിങ്ങൾ IP കൊടുക്കേണ്ടത്, വാനിനും IP കൊടുക്കണം. അപ്പൊ വാൻ എന്ന് പറയുന്ന സമയത്ത് വാനിന് നമ്മളൊരു IP 20.0 കൊടുത്തു കഴിഞ്ഞാൽ 20 പോയിന്റ് നമ്മൾ ഇവിടെയും കൊടുക്കണം, 20.2 എന്ന് പറയുന്നത് ഇവിടെയും കൊടുക്കണം. ഈ IP പ്രൊവൈഡർ തരുന്നതായിരിക്കും? അല്ല, അത് നിങ്ങൾ അത് വേറൊരു കൺഫ്യൂഷൻ വരുന്നതാണ്. ഇത് ISP അല്ല, നമ്മൾ മനസ്സിലാക്കണം. ഇത് ISP അല്ല, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അല്ല. എന്താണ് നേരെ മറിച്ച് എന്താണ്, നമുക്ക് 2 ബ്രാഞ്ച് ടു ബ്രാഞ്ച് കണക്ടിവിറ്റിയാണ് തന്നത്. അവിടെ വാൻ സർവീസ് പ്രൊവൈഡർ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൈവറ്റ് IP ഇവിടെ കൊടുക്കാം. IP അഡ്രസിനെ പറ്റി ഡീറ്റെയിൽ പറയുന്ന സമയത്ത് നമ്മൾ പഠിക്കും പ്രൈവറ്റ് IP എന്താ, പബ്ലിക് IP എന്താന്നൊക്കെ ഉള്ളത്. അപ്പൊ പ്രൈവറ്റ് IP തന്നെ ഇവിടെ കൊടുത്താൽ മതി. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യാൻ മതി അല്ലേ? നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യാതെ. നേരെ മറിച്ച് ഇത് നിങ്ങൾക്ക് കുറെ ദൂരമുള്ള ഒരു ബ്രാഞ്ച് ആണെങ്കിൽ VPN ഒക്കെ ഇടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, പബ്ലിക് IP വരിക, എന്നിട്ട് ടണൽ ഇട്ട് കൊടുക്കുക ചെയ്യുക, GRE ടണൽ ഇട്ട് കൊടുക്കുക ചെയ്യുക. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സർവീസ് പ്രൊവൈഡർ ആണോ ഈ വാനിലുള്ള IP അസൈൻ ചെയ്യുന്നത്? ക്ലിയർ അല്ലല്ലോ, ആരോ ചോദിക്കും, സംസാരിക്കുന്നുണ്ട് പക്ഷേ സൗണ്ട് ഇല്ല. സർവീസ് പ്രൊവൈഡർ ആണോ വാനിലുള്ള IP അസൈൻ ചെയ്യാ? അല്ല, നമ്മളാണ് അസൈൻ ചെയ്യേണ്ടത്. അത് നമുക്ക് അവൈലബിൾ ആവോ സൗരം? അതായത് ഇവര് നമുക്ക് എന്തേ തരുന്നുള്ളൂ, ഇവര് നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഒന്നും തരുന്നില്ല. ഇവര് ജസ്റ്റ് നമുക്ക് എന്തേ തരുന്നുള്ളൂ, ഒരു ലിങ്കേ തരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഇന്റർഫേസിന് നമ്മളൊരു IP കൊടുക്കുന്നു, അതേ റേഞ്ചിലുള്ള ഒരു IP നമ്മൾ ഇവിടെയും കൊടുക്കുന്നു, നമുക്ക് കമ്മ്യൂണിക്കേഷൻ. ഇനി ഇതിന് പകരം നിങ്ങൾ ഈ ബ്രാഞ്ച് ദുബായിലായിരുന്നു വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് കാലിക്കറ്റിൽ നിന്ന് ദുബായിലേക്ക് ഒരു ലീസ് ലൈൻ എടുക്കാന്നുണ്ടെങ്കിൽ ഒരു 10-25 ലക്ഷം കൊടുക്കേണ്ടി വരും. നിങ്ങൾ ഒക്കെ വലിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കും, ഇവിടെ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കും, ഇവിടെ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കും. ഓക്കെ, ഇവിടെ BSNL ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കും, ഇവിടെ എത്തിസലാത്ത് നിന്ന് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഒരു VPN ടണൽ ഇട്ട് കൊടുക്കും. ആ കേസിലാണ് ഇവിടെ പബ്ലിക് IP വരുന്നത്. മനസ്സിലായോ? അത് നമ്മളിപ്പം പഠിക്കുന്നില്ല. അത് VPN എന്നൊക്കെ പറയുന്നത് നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിൽ പഠിക്കുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, CCNA ലെവലിൽ നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ്, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡർ വേണം. അവർ നമുക്ക് ലിങ്ക് മാത്രമേ തരുള്ളൂ, IP ഒരിക്കലും സപ്ലൈ ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള IP നിങ്ങൾക്ക് കൊടുക്കാം. VLAN ഉണ്ടാവും അല്ലേ? ഏതാ VLAN?
ഇല്ല, ഇതിനകത്ത് നമ്മൾ VLAN ഒന്നും, അതായത് സീരിയൽ ഇന്റർഫേസ് എന്ന് വെച്ചാൽ VLAN കൺസെപ്റ്റ് ഒന്നും വരുന്നില്ല. ലീസ് ലൈൻ ഡയറക്റ്റ് സീരിയൽ ടെർമിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ആ കേസിൽ VLAN കൺസെപ്റ്റ് ഒന്നും വരുന്നില്ല. ഈ മെട്രോ എതർനെറ്റ് ഒക്കെ വരുന്ന സമയത്താണ് ഈ ഇതുണ്ടല്ലോ, മെട്രോ എതർനെറ്റ് ഒക്കെ വരുന്ന സമയത്താണ് നിങ്ങൾ പറയുന്ന ഈ VLAN കൺസെപ്റ്റും അതൊക്കെ വരുന്നത്. അല്ലെങ്കിൽ MPLS, ഓക്കെ, അതൊക്കെ അഡ്വാൻസ് കൺസെപ്റ്റ്, അതിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. ഓക്കെ, നിങ്ങളൊരു എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക് നോക്കുക. നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനീന്റെ എക്സിസ്റ്റിംഗ് നെറ്റ്വർക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും കംപ്ലീറ്റ്ലി നമ്മൾ യൂസ് ചെയ്യുക. ഇതിനെ നമ്മൾ ഇൻട്രാനെറ്റ് എന്ന് വിളിക്കുക. ഇൻട്രാനെറ്റ്, ഇന്റർനെറ്റ് അല്ലത്, ഇത് പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. നമ്മളെ ഇവിടുന്ന് നമുക്ക് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടുള്ളൂ. നമുക്കിവിടെ പബ്ലിക് IP ഉണ്ടെങ്കിൽ വേറെ പുറത്തുള്ള ആൾക്കാർക്ക് നമുക്ക് നമ്മളതിലേക്ക് വരാൻ പറ്റൂലേ? അതെ, പബ്ലിക് IP നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ നിങ്ങൾ അറിയാതെ അവിടെ പബ്ലിക് IP കൊടുത്തു പോയിച്ചിട്ട് ഇത് വർക്ക് ചെയ്യാണ്ടിരിക്കൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഓർക്കുക, ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. അയാന എന്ത് ചെയ്തിട്ടുണ്ട്, ആ പബ്ലിക് IP വേറെ ആർക്കോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈവറ്റ് IP തന്നെ യൂസ് ചെയ്യാം. പ്രൈവറ്റ് IP പബ്ലിക് IP എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ ഏതെങ്കിലും റേഞ്ച് നിങ്ങൾ പ്രൈവറ്റ് വെച്ചിട്ടോ പബ്ലിക് വെച്ചിട്ടോ നിങ്ങൾ ഈ ലാബ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായല്ലോ? മനസ്സിലായി. ഇപ്പൊ നമ്മൾ പഠിച്ചത് IP അസൈൻമെന്റ് ഇൻ WAN ആണ്. പിന്നെ അവിടെ നിങ്ങൾ വേറൊരു ഇതെന്ന് വെച്ചാൽ നിങ്ങൾ ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് സർവീസ് പ്രൊവൈഡർ നിങ്ങൾ കാണിക്കുന്നില്ല. ഇവിടെ നേരെ അങ്ങനെ ഒരു ലൈൻ നിങ്ങൾ വരയ്ക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം, നിങ്ങളതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. കാലിക്കറ്റ് നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട്. ബാംഗ്ലൂർ നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട്. ഡൽഹിയിൽ നമുക്കൊരു ബ്രാഞ്ച് ഉണ്ട്. ഇങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. കാലിക്കറ്റ് ഒരു ലാന്, ബാംഗ്ലൂർ ലാന്, ഇതിന്റെ G0/0, ഇതിന്റെ G0/0, ഇതിന്റെ G0/0. നമ്മൾ ജിഗാബിറ്റ് എതർനെറ്റ് ഇന്റർഫേസ് ആണെന്ന് വിചാരിക്കും. ഇത് കാലിക്കറ്റിന്റെ കൂട്ടേണ്ട S0/0, 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 S0/1/0, S0/1/0. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഒരു സ്കീം ഉണ്ട് വിചാരിക്കാം. ബാംഗ്ലൂർ ബ്രാഞ്ചിൽ നിന്ന് കാലിക്കറ്റ് ബ്രാഞ്ചിലേക്ക് ഒരു കണക്ഷൻ, ബാംഗ്ലൂർ ബ്രാഞ്ചിൽ ഡൽഹി ബ്രാഞ്ചിലേക്ക് ഒരു കണക്ഷൻ, കാലിക്കറ്റ് ഒരു ലാന്, ബാംഗ്ലൂർ ലാന്, ഡൽഹിയിൽ ഒരു ലാന്. ഇതിപ്പോ നിങ്ങൾ പെട്ടെന്ന് ഒരു റഫ് ബുക്കിലേക്കോ നോട്ട്ബുക്കിലേക്കൊക്കെ വരച്ചെടുക്കുക. എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾ IP ഒന്ന് അസൈൻ ചെയ്ത് തരാം. ജസ്റ്റ് നിങ്ങളൊന്ന് ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക കേട്ടോ. നിങ്ങളൊരു പേപ്പറിൽ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ ഇതിൻ്റെ, അതിനകത്ത് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്യാം. നിങ്ങൾക്ക് IPന്റെ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ തന്നെ ചെയ്യാനാണോ? അത് ഇപ്പൊ ചെയ്യണം. ജസ്റ്റ് ഒരു റഫ് പേപ്പറിലേക്ക് വരച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് IP അസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള IP അസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര IP റേഞ്ച് വേണ്ടി വരും ഇവിടെ. എല്ലാവരും ചെയ്യും ഇൻഡിവിജ്വൽ ആയിട്ട്. അപ്പോൾ അവർ സ്വന്തം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ല എന്നുള്ളത്.
ആരെങ്കിലും ചെയ്തോ? ആരെങ്കിലും ഒരാൾ അയച്ചേ? ഇത് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്ത് നോക്കണം, ഒരു ചെറിയ ലാബ്. മറ്റേ ബുക്കും പെന്നൊന്നും കിട്ടിയില്ല. ഓക്കെ, ആരെങ്കിലും ബുക്കും പെന്നും കയ്യിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഒന്ന് എടുത്തൊന്ന് ഗ്രൂപ്പിലേക്ക് ഇടോ. ഞാനിപ്പോ ഓക്കെ, ബുക്കും പെന്നും വേണ്ട, കുഴപ്പമില്ല. ഇതിനകത്ത് എത്ര നെറ്റ്വർക്ക് വേണ്ടിയിരുന്നു പറഞ്ഞേ? എത്ര ലോജിക്കൽ നെറ്റ്വർക്ക് വേണം? ഓരോന്നിനകത്തോ? എത്ര? ഓരോന്നിനകത്തോ അല്ലേ? അല്ല, ടോട്ടൽ എത്ര വേണം പറഞ്ഞേ? 10 വെച്ചിട്ടാവുമ്പോ IP ആണോ ചോദിക്കുന്നത്? എത്ര നെറ്റ്വർക്ക് എത്ര ഡിഫറെന്റ് ലോജിക്കൽ നെറ്റ്വർക്ക് വേണം ഇതിനകത്ത്? 3 3 മതിയോ? ഞാൻ കഴിഞ്ഞ ഇതിൽ എന്താ പറഞ്ഞത്? ലാനിന് മാത്രം IP കൊടുത്താൽ മതിയോ? ഇവിടെ ഒരു ലാന്, ഇവിടെ ഒരു ലാന്, ഇവിടെ ഒരു ലാന്. ഓക്കെ, ഇപ്പൊ സപ്പോസ് 10.0.0.0 കൂടെ കൊടുത്തു ചെയ്യുക. 10.0.0.1 കൂടെ കൊടുത്തു, 10.0.0.2 കൂടെ കൊടുത്തു, 3, 4, 5, 6 അങ്ങനെ കൊടുത്തു. ഇവിടെ നമ്മൾ 11 ഡോട്ട് കൊടുത്തു വിചാരിക്കുക. 11.0.0.0. അപ്പൊ 11.1, 2, 3, 4 അങ്ങനെ കൊടുത്തു. ഇവിടെ നമ്മൾ 12 കൊടുത്തു വിചാരിക്കുക. 12.0.0.0 കൊടുത്തു, 12.0.0.1 കൂടെ കൊടുത്തു, 2 കൂടെ കൊടുത്തു, 3 കൂടെ കൊടുത്തു, അങ്ങനെ കൊടുത്തു വിചാരിക്കാം. ഓക്കെ, ഇവിടെ 12. ഇവിടെ ഒരു നെറ്റ്വർക്ക് വേണ്ടേ? ഇന്റർഫേസിന് IP കൊടുക്കണ്ടേ? സംബന്ധിച്ചുള്ള എല്ലാ ഇന്റർഫേസിനും IP കൊടുക്കണം, അല്ലാണ്ട് അത് വർക്ക് ചെയ്യൂല. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഒരു നെറ്റ്വർക്ക് വേണം. അപ്പൊ 3 പോരാ, 1, 2, 3, 4, 5. ഓക്കെ, അപ്പൊ നിങ്ങളോട് സ്വന്തം ചെയ്യാൻ പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പം ഇതിനകത്ത് വിഷ്ണു കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് അയച്ചിട്ടുണ്ട്. 10, 30, 40, 20. ഓക്കെ, കറക്റ്റ്. വിഷ്ണു ചെയ്തത് കറക്റ്റ് ആണ്. ഓക്കെ, അബ്ദുറഹ്മാൻ ചെയ്തതിൽ ഇപ്പൊ 3 ലാന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 2 വാൻ ലിങ്കിനുള്ള IP കൊടുത്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് എവിടെ ആവശ്യം വരും? നമ്മൾ സബ്നെറ്റിംഗ് ഒക്കെ പഠിക്കും. സബ്നെറ്റിംഗ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഡിസൈൻ ചെയ്യും നിങ്ങൾ നെറ്റ്വർക്ക് നിങ്ങൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഷാജാൻ ചെയ്തതിൽ 198.168.10.0, 20.0, 30.0. സീരിയലിന് IP കൊടുത്തിട്ടില്ല അല്ലേ? ഷാജാൻ ചെയ്തതിൽ സീരിയലിന് IP കൊടുത്തിട്ടില്ല. അപ്പം 30 കഴിഞ്ഞാൽ 40 അല്ലെങ്കിൽ 50 അങ്ങനെ 2 നെറ്റ്വർക്കും കൂടെ കൊടുത്തിട്ട് സീരിയലിനും കൂടെ കൊടുക്കണം കേട്ടോ, എന്നെങ്കിലേ ആ ലാബ് കംപ്ലീറ്റ് ആവുള്ളൂ. ക്ലിയർ? മനസ്സിലായില്ലേ? അത് അവിടെ എഴുതിയിട്ടുണ്ട്. ഇതാ 10 ഇവിടെ കൊടുത്തു, 11 ഇവിടെ കൊടുത്തു, 12 ഇവിടെ കൊടുത്തു. ഇവിടെ 13 കൊടുത്തോ. 13.0.0.0, 13.0.0.1 ഇവിടെ കൊടുക്കാം, 13.0.0.2 ഇവിടെ കൊടുക്കാം. ഇവിടെ 14.0.0.0 കൊടുത്തോ. 14.0.0.1 ഇവിടെ കൊടുക്കാം, 14.0.0.2 ഇവിടെയും കൊടുക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇതിന്റെ ലാബ് ചെയ്ത് നോക്കാം. ഓക്കെ, തിയറി കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഹലോ, ഇതിലൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓക്കെ, പറഞ്ഞോളൂ. ഇതില് ഇപ്പോ സാറ് എടുത്തതില് 13, 14 2 വാനിനെ അസൈൻ ചെയ്യുമ്പോ കാലിക്കറ്റിൽ നിന്ന് ഡൽഹിക്ക് ഡയറക്റ്റ് ചെയ്യാൻ സെപ്പറേറ്റ് ഇന്റർനെറ്റ് വേണോ അതോ ഡയറക്റ്റ് ചെയ്യാൻ കഴിയുമോ? അപ്പൊ നിങ്ങൾ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞ വേർഡേ നമ്മളിവിടെ യൂസ് ചെയ്യരുത്.
മനസ്സിലായോ? ഞാൻ ഇപ്പൊ ഇപ്പോഴത്തെ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? ഇത് വാൻ കണക്ഷൻ ആണ്, ഇവിടെ ഇന്റർനെറ്റ് വരുന്നേ ഇല്ല. ഓക്കെ ഇല്ല, ഇന്റർനെറ്റ് എന്നല്ല ഉദ്ദേശിച്ചത്, ഇന്റർനെറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഇന്റർനെറ്റ്. അപ്പൊ ഇവിടെ ഒരു ഇന്റർനെറ്റ് വരും. ഇത് ചിലപ്പോൾ ലീസിലെ മറ്റേ ഇവരുടെ റിലയൻസിന്റെ ലൈൻ ആയിരിക്കും. ഓക്കെ ഇത് അല്ല, അതിപ്പോ CLT ഇത് എയർടെലിന്റെ ലൈൻ, ലീസ് ലീസ് ലൈൻ ഞാൻ ആയിരിക്കും. ചോദിച്ചത് എന്താന്ന് വെച്ചാല്, കാലിക്കറ്റ് നിന്ന് ഡയറക്റ്റ് ഇപ്പൊ ഡൽഹിക്ക് നമുക്ക് ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ലീസ് ലൈൻ നമുക്ക് കണക്ഷൻ ആവശ്യമുണ്ടോ? വേറെ എടുക്കണം. അപ്പൊ കാലിക്കറ്റിന് ഡൽഹിയിലേക്ക് വേറെ തന്നെ ഒരു ലൈൻ എടുക്കണം നിങ്ങൾ. പക്ഷെ ഈ ലൈനിന്റെ ആവശ്യം ഇല്ല. കാരണം എന്താണ്? കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്തോളും? ഈ ലൈനിലേക്ക് പോകണമെങ്കിൽ അത് ഈ റൂട്ടർ ത്രൂ പാസ് ചെയ്ത് ഇതിലൂടെ പോയിക്കോളും. കമ്മ്യൂണിക്കേഷൻ നടക്കും. പക്ഷെ റിഡൻഡൻസി ഉണ്ടാവില്ല. എങ്ങാനും ഈ ലിങ്ക് കട്ടായി പോകുന്നോന്ന് പേടിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലൈനും കൂടെ അങ്ങനെ ഇട്ട് വെക്കുക, ഫുൾ മെഷോ അല്ലെങ്കിൽ അങ്ങനെ ടോപ്പ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കണക്ഷൻ ഇത്ര തന്നെ മതി. ഇപ്പൊ ഇതൊക്കെ നമ്മൾ ലാബിൽ ചെയ്തു നോക്കും. നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ലാബുകൾ നമ്മൾ റൂട്ടർ ബേസിക്സും കൂടെ പഠിച്ചിട്ട് നമ്മൾ ഇതിനകത്തേക്ക് പോവുള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതിൻ്റെ ഒരു പെട്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പാക്കറ്റ് ട്രേസിൽ അത് ലാബ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. പാക്കറ്റ് ട്രേസർ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തോ? അബ്ദുറഹ്മാൻ ഇൻസ്റ്റാൾ ചെയ്തോ? പാക്കറ്റ് ട്രേസർ ഇൻസ്റ്റാൾ ചെയ്തോ? അസീബ്? സിസ്റ്റം കുറച്ചു കാലം ഉപയോഗിക്കാതിരുന്നിട്ട്. ഓക്കെ, അപ്പൊ ഇനിയിപ്പം മൺഡേ ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ. മൺഡേ ക്ലാസ് ഉണ്ടാവുള്ളൂ. നാളെ ലീവാണ്, പിന്നെ സാറ്റർഡേ സൺഡേ ലീവാണ്. ഓക്കെ, അപ്പൊ നാളെ ഇലക്ഷൻ ആയതുകൊണ്ട് നാളെ ക്ലാസ് ഉണ്ടാവില്ല. അപ്പൊ ഇനിയിപ്പോ മൺഡേ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ സീരിയസ് ആയിട്ട് ക്ലാസ് എടുക്കുന്നവർ പാക്കറ്റ് ട്രേസർ ഇൻസ്റ്റാൾ ചെയ്ത് വരിക. നിങ്ങൾക്ക് ലാബ് ചെയ്യണ്ടേ? ഇത് മാത്രം പഠിച്ചു പോയാൽ മതിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളെ മെയിൽ ID മതി. ഇപ്പൊ എക്സിസ്റ്റിംഗ് മെയിൽ ID വെച്ചിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോ renisha@gmail.com എന്റെ മെയിൽ ID വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മൾ പാക്കറ്റ് ട്രേസർ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും റൂട്ടറുകൾ എടുത്തിട്ട് ഡ്രാഗ് ചെയ്തിടുക ഇതിനകത്തുനിന്ന്. ഓക്കെ, അപ്പം ഞാനൊരു 1841 ഞാൻ ഫസ്റ്റ് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 ബ്രാഞ്ച് മാത്രം. സാറേ ഡ്രാഗ് ചെയ്തിടുന്ന എങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നത്? തെറ്റിപ്പോയെങ്കിൽ അത് ജസ്റ്റ് ഇവിടെ ഒരു ഡിലീറ്റ്, നിങ്ങൾ ഇവിടെ ജസ്റ്റ് ഏതെങ്കിലും ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടല്ലോ, ബട്ടൺ തന്നെ യൂസ് ചെയ്താൽ മതി. ജസ്റ്റ് ലാപ്ടോപ്പിൽ ഡിലീറ്റ് ബട്ടൺ ഉണ്ടാവില്ല, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഡിലീറ്റ് വരും. അത് ജസ്റ്റ് ഇപ്പൊ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യട്ടെ ചോദിക്കും. അപ്പൊ നമുക്ക് ഡിലീറ്റ് കൊടുത്താൽ ഓക്കെ. അല്ലെങ്കിൽ ഇതിനകത്ത് തന്നെ ഇവിടെ തന്നെ ഉണ്ട് ഏതോ ഒരു ഓപ്ഷൻ ഡിലീറ്റ്. കിട്ടി. ഓക്കെ, അപ്പൊ 2 റൂട്ടർ നമ്മൾ എടുത്തിട്ടു. 2 റൂട്ടർ ഇട്ടു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇനി റൂട്ടറിന് ലാൻ സ്വിച്ച് എടുത്തിട്ട് നമ്മൾ 2 സ്വിച്ച് ഡ്രാഗ് ചെയ്തിട്ടു. പിന്നെ നമ്മൾ PC കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ട് 2-3 PC ഡ്രാഗ് ചെയ്തിട്ടു. വേണമെങ്കിൽ സെർവർ ഇടണമെങ്കിൽ സെർവർ കിട്ടും. 2-3 PC ഇടാം. നമ്മൾ കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ത്രൂ കോപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സ്വിച്ച് ടു PC ഒക്കെ കൊടുക്കേണ്ടത്. ഏതെങ്കിലുമൊക്കെ പോർട്ട്, അത് ഏത് പോർട്ട് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ബേസിക് ലാബ് ചെയ്ത് പഠിക്കില്ല, അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ റൂട്ടറിന്റെ ഫാസ്റ്റർ ദാൻ 0/0 എന്ന് നമ്മൾ സ്വിച്ചിന്റെ ഏതെങ്കിലും ഒരു പോർട്ടിലേക്ക് കൊടുക്കുക. ഇതുപോലെ തന്നെ ഇതിന്റെ ഫാസ്റ്റർ ദാൻ 0/0 എന്ന് ഇതിലേക്ക് കൊടുത്തു. ഇങ്ങനെ കൊടുത്തു. ഓക്കെ, ഇനി
നമ്മൾ ഈ റൂട്ടർ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഈ റൂട്ടർ ഓഫ് ചെയ്യുക. സൂമിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ ഇതിനിപ്പോൾ ഒരു ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്. അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ WIC1T അതൊരു മൊഡ്യൂളാണ്, വാൻ മൊഡ്യൂളാണ്, അത് ആഡ് ചെയ്യാം റൂട്ടറിനകത്ത്. അപ്പോൾ സീരിയൽ കണക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സീരിയൽ കണക്ഷൻ ഇപ്പോൾ ശരിക്കും പുതിയ ഇതിനകത്ത് വരുന്നില്ല, അതിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഈ ലീസ് ലൈൻ ഒക്കെ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, എതർനെറ്റിലേക്ക് തന്നെ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ മൊഡ്യൂൾസിൽ നിങ്ങൾ നോക്കുക, WIC1T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാൻ ഇന്റർഫേസ് കാർഡ് ആഡ് ചെയ്തിട്ടുള്ള മൊഡ്യൂളാണ്. അത് ആഡ് ചെയ്യുക, പിന്നെ റൂട്ടർ ഓൺ ചെയ്യാം. ഇതിനകത്തും ഇത് ആഡ് ചെയ്യാം, റൂട്ടർ ഓൺ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇതിനകത്തുള്ള സീരിയൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഇന്റർഫേസ് S0/0/0 കൊടുത്തു, മറ്റൊരു ഇന്റർഫേസ് ആ റൂട്ടറിന്റെ S0/0/0 കൊടുത്തു. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഇവിടെ ഒരു വാൻ ക്ലൗഡാണ്, ഒരു റിലയൻസോ അല്ലെങ്കിൽ ഒരു എയർടെലോ. അത് ഇപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഈ റിലയൻസ് എയർടെൽ എന്നൊക്കെ പറയുന്നത് ISP ആയിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വാൻ സർവീസ് പ്രൊവൈഡർ WSP ആൻഡ് ISP, ദീസ് ആർ ഡിഫറെന്റ്. ഓക്കെ, അതായത് WSP എന്ന് പറഞ്ഞാൽ വാൻ സർവീസ് പ്രൊവൈഡർ ആണ്, ISP ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ്. ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക ISPസും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വാൻ സർവീസും തരുന്നുണ്ട്. പക്ഷെ ഈ രണ്ട് സർവീസും നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് വ്യത്യാസമുണ്ട്. ഓക്കെ, ലീസ് ലൈൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല എമൗണ്ട് നമുക്ക് ചിലവാകും. ഓക്കെ, അതുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിസ്കോ റൂട്ടർ കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ലീസ് ലൈനിന്റെ ഉള്ളിലുള്ള കമ്മീഷനിങ്ങും കാര്യങ്ങളൊക്കെ ആരാ ചെയ്യുന്നത്, ആ സർവീസ് പ്രൊവൈഡർ ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ കുറെ ടെലികോം സ്വിച്ചസ് ഉണ്ട്, അതൊക്കെ പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുള്ളൂ. ഓക്കെ, പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അത് സർവീസ് പ്രൊവൈഡർ ചെയ്തോളും. നമ്മളെ സംബന്ധിച്ചോളം ഒരു CCNA അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ചോളം, സിസ്കോ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ചോളം നമ്മൾ ഇനി എന്തേ ചെയ്യേണ്ടുള്ളൂ, നമ്മൾ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്ത് അതേപോലെ നമ്മളിവിടെ IP കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് IP വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രൈവറ്റ് IP യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രൈവറ്റ് നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പ്രൈവറ്റ് IP ആണ് യൂസ് ചെയ്യുക. ഓക്കെ, പബ്ലിക് IP ഇന്റർനെറ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പബ്ലിക് IP യൂസ് ചെയ്യുക. ഓക്കെ, അത് നമുക്ക് പഠിക്കും. CCNA കുറച്ചും കൂടി അടുത്തടുത്ത ചാപ്റ്റേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾ അതിനെ പറ്റിയൊക്കെ മനസ്സിലാക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ IP സ്കീം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സാറേ സോറി, ഈ റൗട്ടർ ടു സ്വിച്ച് ഏത് കേബിൾ ആയിരുന്നു, സാധാ കേബിൾ ആയിരുന്നോ? സ്ട്രേറ്റ് കേബിൾ, അതെ, കോപ്പർ സ്ട്രേറ്റ്. ഇവിടെ അല്ലേ, ഇതാ ഞാൻ ഇപ്പൊ ക്ലിക്ക് ചെയ്ത സംഭവം കോപ്പർ സ്ട്രേറ്റ്. ഓക്കെ. ഇനിയിപ്പോ ഇവിടെ ഓട്ടോ ഉണ്ട് കേട്ടോ. ഇവിടെ ഓട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വേണ്ട, നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഓട്ടോമാറ്റിക് ഏത് കേബിൾ ആണോ വേണ്ടത് അതിലേക്ക് വന്നോളൂ. ഈ ഫസ്റ്റ് ഇതുണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി ചൂസ് കണക്ഷൻ ടൈപ്പ് എന്ന് കണ്ടില്ലേ, ഫസ്റ്റ് ഞാൻ വെച്ചപ്പോ കാണില്ല, സ്ക്രീനിൽ കാണുന്നില്ല നിങ്ങൾ? മറ്റേ ഇടിമിന്നല്. ഫസ്റ്റ് വൺ, അതെ. ഓക്കെ, അത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യും. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു നെറ്റ്വർക്ക് ഡിസൈനിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ എഴുതി വെക്കുക. ഇവിടെ കൊടുക്കുന്നത് 192.168.0.0 നെറ്റ്വർക്കാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ഈ ഫാസ്റ്റ് എതർനെറ്റ് നിങ്ങൾ എത്ര കൊടുക്കും, 192.168.0.1 ഫസ്റ്റ് IP നമ്മൾ റൂട്ടറിന് കൊടുക്കും. PCക്ക് എന്ത് ചെയ്യും, 192.168.0.2. അടുത്ത PCക്ക് 192.168.0.3. ഓക്കെ, സെർവറിന് 192.168.254 വരെ കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഓക്കെ, എന്നിട്ട് പിന്നെ ഇവിടെ 192.168.0. അവിടെ കഴിഞ്ഞു. ഇവിടെ വേണമെങ്കിൽ 1.1 കൊടുക്കാം. 1.1 ഇവിടെ 192.168.1.2. ഇവിടെ 192.168.1.3. ഇവിടെ 192.168.1.254. ഓക്കെ, രണ്ട് ലാനും കൊടുക്കും. ഇനിയിപ്പോ വാന് നമ്മൾ എന്ത് ചെയ്യണം, ഈ സീരിയലിന് നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു റേഞ്ച് കൊടുക്കും. 192.168. സപ്പോസ് 2.1. ഇവിടെ 192.168.2.2. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ഇത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ PC-യിൽ കൊടുക്കേണ്ടത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാം. കാരണം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ PC-യിൽ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് നമുക്ക്
പി സിയിൽ നമുക്ക് നേരെ പി സിയിൽ IP കൊടുക്കണമെങ്കിൽ നേരെ ഡെസ്ക്ടോപ്പിൽ പോവാ, IP കോൺഫിഗിൽ പോയിട്ട് നമുക്കിവിടെ അങ്ങനെ ടൈപ്പ് ചെയ്താൽ പോരെ. നമ്മൾ ഇന്നലെ ലാൻ കാണിച്ച സമയത്ത് പറഞ്ഞെന്ന് ഓർക്കണ്ട, 192.168.0.2 മാസ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് വാന് വരുന്ന സമയത്ത് ഇവിടെ ഒരു കാര്യം കൂടെ കൊടുക്കണം. ഡിഫോൾട്ട് ഗേറ്റ്വേ എന്ന് പറഞ്ഞാൽ റൂട്ടറിന്റെ IP ആണ്. 192.168.0.1 ആണ് ഡിഫോൾട്ട് ഗേറ്റ്വേ വരിക. അതായത് റൂട്ടറിന്റെ IP അറിയാത്ത എന്ത് പാക്കറ്റ് ഉണ്ടെങ്കിലും ഇയാൾ റൂട്ടറിലേക്ക് കൊടുക്കും. റൂട്ടറാണ് എന്ത് ചെയ്യാം, അപ്പുറത്തേക്ക് കൊടുക്കുക. ആ റൂട്ടിംഗ് ഒക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിലേ പഠിക്കുള്ളൂ. ആ ചാപ്റ്റർ കഴിഞ്ഞ് ഈ ലാബ് നിങ്ങൾ ഒന്നും കൂടെ ചെയ്തു നോക്കും. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് വാൻ എസ്റ്റാബ്ലിഷ്മെന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ ലാബ് കാണിച്ചിരുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ പി സിക്ക് ഇങ്ങനെ IP കൊടുക്കാം. ഇനിയിപ്പോ ഇവിടുത്തെ പി സിക്ക് നമ്മൾ ഡെസ്ക്ടോപ്പിൽ പോയി നമ്മൾ ആ സ്കീമിൽ പറഞ്ഞ മാതിരി തന്നെ 192.168. എത്രയായിരുന്നു, 1. അല്ലേ? ഓക്കെ, 1.2 കൊടുത്തു. മാസ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. ഗേറ്റ്വേ റൂട്ടറിന്റെ IP 192.168.1.1 ഗേറ്റ്വേ കൊടുത്തു. ഇനിയിപ്പോൾ ഈ പി സിക്ക് IP കൊടുക്കാണ്ട് അതിനപ്പോൾ പെട്ടെന്ന് കൊടുക്കുന്നില്ല. നമുക്ക് ലാബ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ പി സികൾക്കൊക്കെ IP കൊടുത്തു എന്ന് വിചാരിക്കാം. ഇനി എവിടെ നമുക്ക് IP കൊടുക്കണം? ഈ റൂട്ടറിനകത്തും IP കൊടുക്കണം. ഈ റൂട്ടറിനകത്ത് IP കൊടുക്കണമെങ്കിൽ റൂട്ടറിന്റെ കമാൻഡ്സ് നമ്മൾ അറിയണം. ഓക്കെ, ഇപ്പൊ റൂട്ടറിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂട്ടർ ബേസിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുക. അപ്പോഴാണ് ഈ കമാൻഡ്സ് ഒക്കെ കൂടുതൽ ഡെപ്തിൽ പഠിക്കുക. പക്ഷെ എന്നാലും ഈ ലാബ് ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയ കുറച്ച് കമാൻഡ്സ് മാത്രം ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. റൂട്ടർ ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മൾ ഇതിന്റെ CLI അടിക്കുക. പാക്കറ്റ് ട്രേസറിലാണെങ്കിൽ ജസ്റ്റ് CLI അടിക്കുക. നോൺ അടിക്കുക. എനേബിൾ എന്ന് പറയുന്ന കമാൻഡ് അടിക്കുക. ഓക്കെ, കോൺഫിഗർ ടെർമിനൽ അടിക്കുക. ഈ കമാൻഡൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരും, നിങ്ങൾ കണ്ടിട്ട് പേടിക്കേണ്ട. എനേബിൾ കോൺഫിഗർ ടെർമിനൽ അടിക്കുക. പോസ്റ്റ് നെയിം കാലിക്കറ്റ്. ആ റൂട്ടറിന്റെ പേര് ഞാൻ പോസ്റ്റ് നെയിം എന്ത് ചെയ്തു, കാലിക്കറ്റ് കൊടുത്തു. ഇപ്പൊ റൂട്ടറിനുള്ള പേര് മാറിയിട്ട് ഇവിടെ കാലിക്കറ്റ് എന്ന് വന്നു. ഓക്കെ, പിന്നെ ഇന്റർഫേസ് F0/0 ഫാസ്റ്റ് എത്തർനെറ്റിൽ കയറി കേട്ടോ. ഇന്റർഫേസ് F0/0 കയറി. അപ്പൊ കോൺഫിഗ് ഇഫ് എന്ന് പറഞ്ഞു അവിടെ വന്നിട്ട് നമ്മൾ IP അഡ്രസ് എന്ന് പറഞ്ഞിട്ട് കമാൻഡ് ഉണ്ട്. ഈ IP അഡ്രസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, 192.168.0.1 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, എൻ്റർ അടിച്ച സമയത്ത് ആ കമാൻഡ് എടുത്തില്ല. അവിടെ പറഞ്ഞു ഇൻകംപ്ലീറ്റ് കമാൻഡ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിലായി നമുക്ക് ഇൻകംപ്ലീറ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചു നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത് സബ്നെറ്റ് മാസ്കും കൂടെ കൊടുക്കണം. അപ്പൊ 255.255.255.0 ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് പിന്നെ ഒരു കമാൻഡ് ഉണ്ട്, ആ ഇന്റർഫേസിനെ അപ്പാക്കാൻ വേണ്ടി നോ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞ കമാൻഡ് കൂടെ കൊടുക്കാം. അപ്പൊ ഈ ഇന്റർഫേസിന് എന്ത് സംഭവിച്ചു, ഈ ഇന്റർഫേസിന് നമ്മൾ IP-യും കൊടുത്തു. ആ ഇന്റർഫേസിനെ നമ്മൾ നോ ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞു കണ്ട് അപ്പാക്കുകയും ചെയ്തു. ഓക്കെ, ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ആ ഇന്റർഫേസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇതിവിടെ റെഡ് ഉള്ളത് എന്തായി മാറി, ഗ്രീൻ ആയി മാറി. റൂട്ടർ നോക്കി കഴിഞ്ഞാൽ കാണാണ്ട ഇവിടെ ഗ്രീൻ ആയി മാറി. പക്ഷെ ഈ റൂട്ടറിൻ്റെ അകത്ത് ഇപ്പോഴും അവിടെ റെഡ് ആണ് കിടക്കുന്നത്. ഇവിടെ കണ്ടോ. അപ്പൊ ഇനിയിപ്പോ ആ റൂട്ടറിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അപ്പം ആ റൂട്ടറിൽ വന്നിട്ട് ഇതേമാതിരി CLI എടുക്കാം. enable configure terminal host name നമുക്ക് ഡൽഹി എന്ന് കൊടുക്കാം. ഡൽഹി ഇന്റർഫേസ് ഫാസ്റ്റ് എത്തർനെറ്റ് 0/0 IP അഡ്രസ് 192.168.1.1 255.255.255.0 ഷട്ട്. ആ ഇന്റർഫേസ് അപ്പായി. ഈ ഇന്റർഫേസ് മാത്രം അപ്പാക്കിയാൽ മതിയോ? പോരാ, ഈ രണ്ട് സീരിയലും കൂടെ അപ്പാക്കണം. അതിനുവേണ്ടി ഞാൻ വീണ്ടും എക്സിറ്റ് ചെയ്തു. ഇന്റർഫേസ് സീരിയൽ 0/0/0 IP അഡ്രസ് 192.168.
എത്രയായിരുന്നു IP എത്രയായിരുന്നു 2 അല്ലേ 2.1. നിങ്ങൾ സ്ക്രീനിൽ നോക്കുക. എപ്പോഴും നിങ്ങളെ നെറ്റ്വർക്ക് ഡയഗ്രാം നിങ്ങളെ കയ്യിൽ ഉണ്ടായിരിക്കണം, എന്നാലേ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ കോൺഫിഗറേഷൻ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. 255 255 255 0. ഇന്റർഫേസ് ബാക്കി. ഇനി ഇതേപോലെ തന്നെ ഇപ്പൊ ഈ റൂട്ടർ ആക്കിയത് 2.1 കൊടുത്തു. അപ്പൊ ഇവിടെ 2.2 കൊടുക്കും. ഇന്റർഫേസ് S0/0 IP address 192.168.2.1 2.1 നമ്മൾ അവിടെ കൊടുത്തു. 2.2 ഓക്കെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ പറഞ്ഞ പോലെ IP സ്കീം ഒക്കെ പ്രോപ്പർ ആയിട്ട് കോൺഫിഗർ ചെയ്തു. എല്ലാ ഡിവൈസിനും IP കൊടുത്തു. കമ്പ്യൂട്ടറിന് IP ആയി, റൂട്ടറിന് IP ആയി. ഇനി ഈ സ്വിച്ചിന് IP കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം സ്വിച്ച് ലെയർ 2 ഡിവൈസാണ്. സ്വിച്ച് ലെയർ 2 ഡിവൈസ് ആയതുകൊണ്ട് അതിന്റെ ഇന്റർഫേസിനൊന്നും IP കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, റൂട്ടറിൽ മാത്രം നിങ്ങൾ IP കൊടുത്താൽ. അവിടെ PC അല്ല അല്ല സർവർ OLTC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ IP കൊടുക്കേണ്ടില്ലേ? ഏതാ PC പിന്നെ പ്രിന്റർ, സെർവർ, ഇതിനൊക്കെ IP കൊടുക്കണം. അല്ല നമ്മുടെ PCക്ക് പകരേ ഉം. നമ്മുടെ OLT ഉണ്ടല്ലോ, ആ OLT ആണെന്നുണ്ടെങ്കിൽ സ്വിച്ചിക്കകത്ത് IP കൊടുക്കേണ്ടി വരില്ല. പക്ഷെ OLT എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് കണക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നതല്ലേ? അതെ അതെ. അത് നേരെ റൂട്ടറിലേക്കല്ലേ ടെർമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സ്വിച്ചിലേക്ക് ടെർമിനേറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ വരുന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് വരുന്നത് അല്ലേ? ഇന്റർനെറ്റ് കണക്ഷൻ വരുമ്പോഴല്ലേ OLT വരുന്നത്. അതെ അതെ അതെ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇന്റർനെറ്റ് കണക്ഷനെ പറ്റി ബന്ധിപ്പിക്കുന്നേ ഇല്ല. CCNA ബേസിക്സ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് പരിപാടിയെ പഠിക്കുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നുള്ളൂ, 2 ടു ബ്രാഞ്ച് കണക്ടിവിറ്റി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മളെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മളെ ഈ കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് പിങ് ചെയ്യുമ്പോൾ ഈ കമ്പ്യൂട്ടറിലേക്ക് പിങ് ചെയ്ത് കിട്ടണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. റൂട്ടറൊക്കെ കണക്ട് ചെയ്തു, ലീസ് ലൈൻ എടുത്തു, കറക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ IP സ്കീമൊക്കെ കൊടുത്തു. എന്ന് നമ്മൾ പിങ് ചെയ്ത് നോക്കാം, കണക്ടിവിറ്റി ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് പിങ് ചെയ്ത് നോക്കാം. ഈ PC-യിൽ പോയി അതിന്റെ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു, പിങ് 192.168. പിങ് ചെയ്യേണ്ട IP എന്ന് പറയുന്നത് 1.2 പിങ് കിട്ടുന്നില്ല, കണ്ടോ? ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് അൺറീച്ചബിൾ മെസ്സേജാണ് വരുന്നത്. ഓക്കെ, എവിടെന്നാ വരുന്നത്? 192.168.0.1. ഇപ്പൊ ഈ റൂട്ടർ. ഓക്കെ, അപ്പം അതിന്റെ റീസൺ എന്താണ്? അതായത് ഈ റൂട്ടറിന് ഇപ്പം ശരിക്കും റൂട്ടറിന്റെ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞാൽ റൂട്ടിംഗ് എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ എന്താ സംഭവിച്ചത്? നിങ്ങളിപ്പോ പിങ് ചെയ്തില്ലേ? പിങ് ചെയ്തപ്പോ എന്താ സംഭവിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? ഒരു പാക്കറ്റ് ജനറേറ്റ് ആവും അല്ലേ? ഓക്കെ, ഒരു പാക്കറ്റ് ജനറേറ്റ് ആയി. ഓക്കെ, ഒരു ഡമ്മി ഡാറ്റ അവിടെ ഇട്ടു. ഇതിനെ പാക്കറ്റിന് ഡെസ്റ്റിനേഷൻ IP എഴുതി, സോഴ്സ് IP എഴുതി. ഡെസ്റ്റിനേഷൻ IP എത്രയാ? 192.168.1.2 ഈ നെറ്റ്വർക്ക്. സോഴ്സ് IP 192.168.0.2. ഈ പാക്കറ്റ് ഈ PC-ന്ന് ഉണ്ടായി. ഈ പാക്കറ്റിന്റെ PC നേരെ ഗേറ്റ് വേയിലേക്കാണ് അയക്കുക. ഗേറ്റ് വേ എന്ന് പറഞ്ഞിട്ട് ഈ റൂട്ടിന്റെ IP അല്ല നമ്മൾ കൊടുത്തത്. അപ്പൊ ഈ പാക്കറ്റ് നേരെ ഈ PC-യിൽ നിന്ന് ഈ വയറിലൂടെ പോയി
പാസ് ചെയ്ത് ഈ റൂട്ടറിലെത്തി. ഓക്കെ, റൂട്ടറിന്റെ ജോലി എന്താണ്? റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു റൂട്ടറിൽ ഒരു പാക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ആ പാക്കറ്റിന്റെ ഡെസ്റ്റിനേഷൻ IP അയാൾ എന്താ നോക്കും. എന്നിട്ട് ഈ റൂട്ടറിന് റൂട്ടിംഗ് ടേബിൾ എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട്. ആ റൂട്ടിംഗ് ടേബിളിൽ അങ്ങനത്തെ ഒരു എൻട്രി ഉണ്ടോ എന്ന് നോക്കും. എൻട്രി ഉണ്ടെങ്കിൽ ആ എൻട്രി ഏത് ഇന്റർഫേസിലേക്കാണ് പോയിന്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ ഇന്റർഫേസിലേക്ക് അയക്കും. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ഞാൻ ഇവിടുന്ന് സിമുലേഷൻ ഇട്ടിട്ട് നമ്മൾ എഡിറ്റ് ഫിൽറ്റേഴ്സിൽ പോയിട്ട് ICMP എനേബിൾ ആക്കി. എന്നിട്ട് നമ്മൾ PC-ന്ന് നമ്മൾ ഇതേമാതിരി തന്നെ നമ്മളൊന്ന് പിങ് ചെയ്തു. പാക്കറ്റ് ജനറേറ്റ് ആയി. നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കുമ്പോൾ സ്വിച്ചിലെത്തി, അത് റൂട്ടറിലെത്തി. പക്ഷെ റൂട്ടറിന് അത് എന്ത് ചെയ്യാന്ന്, ശരിക്കും റൂട്ടറിന് ആ പാക്കറ്റ് എന്ത് ചെയ്യണം, തിരിച്ച് അങ്ങോട്ട് പോകണം. പക്ഷെ റൂട്ടറിന് റൂട്ടിംഗ് ടേബിളിൽ എൻട്രി ഇല്ലാത്തതുകൊണ്ട് റൂട്ടർ എന്ത് ചെയ്യുക, ഒരു എറർ മെസ്സേജ് ഇങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കുക. ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് അൺറീച്ചബിൾ എന്നാണ് മെസ്സേജ് ഇങ്ങോട്ട് പോവുകയാണ്. ആ മെസ്സേജാണ് നമുക്ക് നേരത്തെ അവിടെ ഈ PC-ന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, ഞാൻ റിയൽ ടൈമിലേക്ക് ആക്കി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ ഈ റൂട്ടറിനകത്ത് കയറി ഞാൻ. ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ പഠിക്കട്ടോ. നിങ്ങൾ റൂട്ടർ ബേസിക്സ് എന്ന ചാപ്റ്ററിലാണ് പഠിക്കുക. ഷോ IP റൂട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ റൂട്ടിംഗ് ടേബിൾ കാണാനുള്ള കമാൻഡ്. ഓക്കെ, ഈ റൂട്ടിംഗ് ടേബിൾ 192.160.0.0 കാണുന്നുണ്ട്, 2.0 കാണുന്നുണ്ട്. ഓക്കെ, 0.0 എന്ന് പറയുന്നത് ഈ റൂട്ടിന്റെ ഈ ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. 2.0 എന്ന് പറയുന്നത് ഈ റൂട്ടിന്റെ ഈ ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. അപ്പൊ ഒരു റൂട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, സ്വന്തം നിലക്ക് തന്നെ ഡയറക്ട്ലി കണക്റ്റഡ് നെറ്റ്വർക്ക്സ് ലേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇയാളുടെ ഡയറക്ട്ലി കണക്റ്റഡ് അല്ലാത്തൊരു നെറ്റ്വർക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ലേൺ ആവൂല. അതിനു വേണ്ടി നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ തന്നെ എന്ത് ചെയ്യണം, റൂട്ട് കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. അതിനോട് സ്റ്റാറ്റിക് റൂട്ടിംഗ് എന്നാണ് വിളിക്കുക. സ്റ്റാറ്റിക് റൂട്ടിംഗ് ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഇപ്പൊ നിങ്ങൾ വെറുതെ കമാൻഡ് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് കോൺഫിഗറേഷൻ മോഡിലേക്ക് പോയിട്ട് കോൺഫിഗർ ടെർമിനൽ അടിച്ചിട്ട് IP റൂട്ട് റൂട്ട് 192.168.1.0 എന്ന് പറയുന്ന നെറ്റ്വർക്ക്. അതിന്റെ സബ്നെറ്റ് മാസ്ക് 255.255.0. അതിനെ എങ്ങോട്ട് വിടണം, അതായത് S0/0/0 കൂടെ പോയാലല്ലേ ആ പാക്കറ്റ് അവിടെ എത്തുക അല്ലേ. 1 എന്ന് പറയുന്ന നെറ്റ്വർക്കിനകത്ത് പോകണമെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, 1 എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഇത്. ഈ റൂട്ടിനെ സംബന്ധിച്ചിടത്തോളം 1 എന്ന് പറയുന്ന നെറ്റ്വർക്കിലേക്ക് എത്തണമെങ്കിൽ S0/0/0 കൂടെയല്ല പാക്കറ്റ് പോകേണ്ടത്. അപ്പൊ ഈ റൂട്ടറിലെത്തും. ഈ റൂട്ടറിൽ നിന്ന് പാക്കറ്റ് ഇങ്ങോട്ട് പോയിക്കോളും. ഓക്കെ, ക്ലിയർ ആണോ? കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് റൂട്ടറിനകത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ റൂട്ടറിനകത്ത് എൻഡ് അടിച്ചു, ഷോ IP റൂട്ട് അടിച്ച് നോക്കി. അപ്പൊ നമുക്ക് നമ്മൾ ആഡ് ചെയ്ത റൂട്ട് അവിടെ കണ്ടോ. നേരത്തെ 2 റൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ S എന്ന് പറഞ്ഞിട്ട് ഒരു റൂട്ടും കൂടെ വന്നു. റൂട്ടിംഗ് ടേബിളിനകത്തേക്ക് ഇത് ആഡ് ആയി. എല്ലാ റൂട്ടിനും ഈ കമാൻഡ് തന്നെ ആയിരിക്കും. യെസ്, എല്ലാ റൂട്ടിനും സ്റ്റാറ്റിക് റൂട്ടിന്റെ സ്റ്റാറ്റിക് റൂട്ടിംഗ് എന്ന ചാപ്റ്റർ അടിക്കുമ്പോൾ നിങ്ങൾ പഠിക്കും, ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ മതി. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യണമെന്ന് മാത്രം പഠിച്ചാൽ മതി. സ്റ്റാറ്റിക് റൂട്ടിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോഴാണ് ഇതിനെപ്പറ്റി ഡെപ്തിൽ പഠിക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സാറേ പറഞ്ഞോളൂ. ഒരു ഓർഗനൈസേഷനിൽ അപ്പം 10-20 കമ്പ്യൂട്ടർ ആയിരിക്കത്തില്ലല്ലോ, 10, 200, 250 കമ്പ്യൂട്ടർ വരെ ആവാമല്ലോ. അതെ, അല്ല അപ്പം കമ്പ്യൂട്ടറിലേക്കല്ല നമ്മൾ അത് ആഡ് ചെയ്യുന്നത്. ഇത് റൂട്ടർ ഒരു നെറ്റ്വർക്ക് മൊത്തം ഉൾപ്പെട്ടു ഇതിനകത്ത്. കണ്ടോ, 1.0 എന്താ, 1.1 മുതൽ 1.254 മൊത്തം IP ഇതിന്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയി. ഓക്കെ, ഇനി അപ്പൊ ഇനിയിപ്പോ ഇത്ര മാത്രം ചെയ്താൽ മതിയോ? ഇനിയിപ്പോ നമ്മൾ വീണ്ടും ചെയ്തു നോക്കുകയാണ്. ഇവിടെ നിന്ന് ഈ പിങ് നടക്കാൻ പോകുന്നില്ല. കാരണം എന്താ, പാക്കറ്റ് ഇവിടുന്ന് പാസ് ചെയ്ത് റൂട്ടറിലെത്തി. ഈ റൂട്ടറിലേക്ക് വിട്ടു. ഈ റൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. ഈ റൂട്ടറിന് ഈ കമ്പ്യൂട്ടറിലേക്ക് വിട്ടു. ഇതിന്റെ റിപ്ലൈ തിരിച്ചിവിടെ എത്തണ്ടേ. ഇതിന്റെ റിപ്ലൈ ഈ റൂട്ടറിലേക്ക് പോകും. പക്ഷെ ഈ റൂട്ടറിന് എന്തില്ല,
0 എന്ന് പറയുന്ന റൂട്ടിംഗ് ടേബിളിന്റെ എൻട്രി ഈ റൂട്ടറിനകത്തില്ല. അതുകൊണ്ട് പാക്കറ്റ് അവിടെ വെച്ച് ഡ്രോപ്പ് ആവും. മനസ്സിലായോ? നിങ്ങൾ സിമുലേഷൻ വെച്ചിട്ട് നോക്കി നോക്കുക. ജസ്റ്റ് ഞാൻ സിമുലേഷൻ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഇതേ എക്സ്പെരിമെന്റ് നമ്മൾ വീണ്ടും ചെയ്ത് നോക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, പിങ് ചെയ്തു, പാക്കറ്റ് ഉണ്ടായി. പാക്കറ്റ് പോയി. ഉണ്ടോ? ഇവിടെ എത്തി. ഇതിന്റെ റിപ്ലൈ തിരിച്ചു പോവുകയും ചെയ്തു. ആ റൂട്ടറിൽ എത്തി. പക്ഷെ അവിടെ നിന്ന് കണ്ടോ റെഡ് ആയിപ്പോയി. റെഡ് മീൻസ് അതിന് തിരിച്ച് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, അതിന്റെ റിപ്ലൈ പോകാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ റിപ്ലൈ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തും കൂടെ തിരിച്ച് അങ്ങോട്ടുള്ള റൂട്ടും കൂടെ ആഡ് ചെയ്യണം. ഡൽഹി റൂട്ടിൽ പോയിട്ട് കോൺഫിഗർ ചെയ്യണം. IP root 192.168.0.0 255.255.255.0. അത് S0/0/0 കൂടിയാണ് പോകേണ്ടത് അല്ലേ? നമ്മൾ S0/0 ഇന്റർഫേസ് മാത്രമേ ഉള്ളൂ. ഇനി ഒന്ന് പിങ് ചെയ്ത് നോക്കിയേ. കണ്ടോ, ഇപ്പൊ റിപ്ലൈ വന്നു. കമ്മ്യൂണിക്കേഷൻ ഓക്കെ. ഓക്കെ, അപ്പം നമ്മളെ CCNA അല്ലെങ്കിൽ CCNA അഡ്മിനിസ്ട്രേറ്റർമാർ ചെയ്യേണ്ട ജോലി എന്തൊക്കെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു ബ്രാഞ്ച് ഓഫീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർഫേസിനൊക്കെ IP കൊടുക്കണം, പ്ലസ് സ്റ്റാറ്റിക് റൂട്ട് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കമ്പ്യൂട്ടറും, ഇപ്പൊ ഈ കമ്പ്യൂട്ടറിന് IP കൊടുത്തു നോക്കിയേ, ഇതിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ കിട്ടും. 192.168.0.3 അല്ലേ അയാൾക്ക് കൊടുക്കേണ്ട IP. ഗേറ്റ് വേ എന്തായാലും കൊടുക്കണം. റൂട്ടറിലേക്ക് പാക്കറ്റിന് എത്തിക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് 0.1 ഗേറ്റ് വേ കൊടുത്തു. ഇപ്പൊ സെർവറിന് 0.254 കൊടുക്കാം. ഇനിയിപ്പോ ഈ സെർവറിന് 1.254 കൊടുക്കും. ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ നിന്ന് പിങ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സെർവറിനകത്തേ പിങ് ആവും. .254. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ പിങ് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് ഏത് സർവീസ് വേണമെങ്കിലും, ഇപ്പോൾ അതിനകത്ത് വെബ് സെർവർ ഉണ്ടെങ്കിൽ നമുക്ക് വെബ് ബ്രൗസർ എടുത്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ വെബ് സെർവറിനകത്തേക്ക് വേണമെങ്കിൽ PC0 അല്ലേ, PC0 വെബ് ബ്രൗസർ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ബ്രൗസ് ചെയ്ത് നോക്കാം. എത്രയാ? 192.168.1.254. ആ പേജ് നമുക്ക് കിട്ടും. അപ്പൊ ഇത് ഈ സെർവർ എടുത്തു കഴിഞ്ഞാലേ ഈ സെർവറിനകത്ത് കുറെ സർവീസുകൾ റൺ ചെയ്യുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ സർവീസസിൽ പോവുക, HTTP എടുക്കുക. ഇതാണ്
നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. HTML അറിയാന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിന്റെ സിസ്കോ പാക്കറ്റ് ട്രേസർ എന്നുള്ള മാറ്റി കണ്ട് ഇപ്പൊ വേണമെങ്കിൽ ഇൻഫോ ക്യാമ്പസ് ആക്കി നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് അത് ഇവിടെ നമുക്ക് ഇവിടെ കാണിച്ചു തരും. ബ്രൗസ് ചെയ്യുന്ന സമയത്ത് അതാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരും. ഓക്കെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കമാൻഡ്സ് ഒന്നും നിങ്ങൾ ബോദർ ചെയ്യണ്ട. ഇതൊക്കെ ചെയ്തത് എന്താ, ഇവിടെ നമ്മൾ വാൻ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, 2 ബ്രാഞ്ചുകൾ തമ്മിൽ കണക്ട് ചെയ്തു. അപ്പൊ നമ്മൾ 2 or 3 ക്ലാസ് കൊണ്ട് നമ്മൾ എവിടെ എത്തി, ഒരു ബ്രാഞ്ച് ടു ബ്രാഞ്ച് കണക്ടിവിറ്റി വരെ ചെയ്യാൻ പറ്റുന്ന ഇതിലേക്ക് എത്തി. നിങ്ങൾ കുറച്ച് കമാൻഡ്സും കൂടെ അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് IP അഡ്രസ്സിംഗ് ആണ്. ഓക്കെ. IP അഡ്രസ്സിംഗ് പഠിച്ച് റൂട്ടർ ബേസിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ ഇതിന്റെ കറക്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു ചെറിയൊരു ബ്രീഫ് ഐഡിയ നിങ്ങളുടെ മൈൻഡിനകത്ത് വേണം. വളരെ ക്ലാരിറ്റി ഐഡിയ വേണ്ട. അത് നിങ്ങൾക്ക് 2 ദിവസത്തെ ക്ലാസ് കൊണ്ടും കൂടെ ആയിക്കോളൂ. ഓക്കെ. അപ്പൊ ഇന്ന് എന്താ ചെയ്തതെന്നുള്ള ഒന്നും കൂടെ നമ്മൾ റിവൈസ് ചെയ്ത് നോക്കിയേ. 2 ലാനുകൾ. നമ്മൾ ആവശ്യം എന്താണ്, 2 ലൊക്കേഷൻസിലായിട്ട് 2 ലാനുകളുണ്ട്. ഓക്കെ. ഇവരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു റൂട്ടർ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു, ഈ ബ്രാഞ്ചിൽ വെച്ചു. വേറെ റൂട്ടർ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു, ഈ ബ്രാഞ്ചിൽ വെച്ചു. എന്നിട്ട് സർവീസ് പ്രൊവൈഡർ അടുത്ത് കോൾ ചെയ്തിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന ലൊക്കേഷൻ മുതൽ ഇന്ന ലൊക്കേഷൻ വരെ ഒരു ലീസ് ലൈൻ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ലീസ് ലൈൻ അവർ തന്നു. ഈ ലീസ് ലൈൻ എടുക്കാൻ വേണ്ടി, കണക്ഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ സീരിയൽ മൊഡ്യൂൾ റൂട്ടറിനകത്തേക്ക് ആഡ് ചെയ്തു. അവർ തന്ന കണക്ഷൻ നേരെ സീരിയൽ പോർട്ടിലേക്ക് കൊടുത്തു. അപ്പുറത്തെ ബ്രാഞ്ചിലും ഇതേപോലെ തന്നെ ചെയ്തു. അപ്പോൾ കണക്ടിവിറ്റി എസ്റ്റാബ്ലിഷ്. അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്തു, അവർ ഇവിടെയുള്ള 2 Mbps ബാൻഡ് വിഡ്ത്ത് ഇവിടെ എനേബിൾ ആക്കി തന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇനിയാണ് കാര്യമായിട്ടുള്ള കോൺഫിഗറേഷൻ വരുന്നത്. എന്താണ്, നമ്മൾ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്തു. ഈ ലാൻ ഏത് റേഞ്ച് കൊടുക്കണം, ഈ ലാൻ ഏത് റേഞ്ച് കൊടുക്കണം, ഈ വാനിന് ഏത് റേഞ്ച് കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്ത് അത് നമ്മളുടെ ടോപ്പോളജിയിൽ എഴുതി വെച്ചു. അത് പ്രകാരം ഈ റൂട്ടറും IP അഡ്രസ് ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തു. കമ്പ്യൂട്ടറുകൾക്കൊക്കെ IP അഡ്രസ് കൊടുത്തു. കമ്പ്യൂട്ടറിന് IP അഡ്രസ് മാത്രമല്ല കൊടുത്തു, IP അഡ്രസ് കൊടുക്കണം, സബ്നെറ്റ് മാസ്ക് കൊടുക്കണം, പിന്നെ ഗേറ്റ് വേയും കൊടുക്കണം. ഓക്കെ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റൂട്ടർ ബേസിക്സ് ചാപ്റ്ററിനകത്ത്, നമ്മൾ അടുത്ത ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുള്ളൂ അതൊക്കെ എന്തിനാ കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇത്രയും കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ 2 റൂട്ടറിനകത്ത് വന്നിട്ട് സ്റ്റാറ്റിക് റൂട്ടിംഗ് ആഡ് ചെയ്തു. അതോടുകൂടി എന്ത് ചെയ്തു, ഈ ബ്രാഞ്ചിൽ നിന്ന് ഈ ബ്രാഞ്ചിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാൻ തുടങ്ങി. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മളൊരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ ആണോ? മനസ്സിലായോ? ഇനി നിങ്ങൾ ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ റെക്കോർഡിംഗ് നിങ്ങൾ ഒന്നും കൂടെ കാണുക. എന്നിട്ട് നമ്മൾ അടുത്ത ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കും. നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് എന്താ, തിങ്കളാഴ്ച നിങ്ങൾ പഠിക്കാൻ പോകുന്നത് IP അഡ്രസ്സിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. IP വേർഷൻ 4 പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ സബ്നെറ്റിംഗ് വരുന്നുണ്ട്. ഓക്കെ. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ റൂട്ടർ ബേസിക്സിലേക്ക് തിരിച്ചു പോയിട്ട് പിന്നീട് കംപ്ലീറ്റ് പ്രാക്ടിക്കൽസ് ഒക്കെ ഉണ്ട്. ഈ സബ്നെറ്റിംഗിന്റെ ചാപ്റ്ററും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ക്ലാസ്സിലേക്കും വരുന്നുണ്ടാവും. ഓക്കെ. ഇന്നിപ്പോൾ അത്രയും മതി. ഇന്ന് നിങ്ങളെ ഡൗട്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. റൂട്ടർ എന്ന് പറഞ്ഞാൽ അത് പ്രൊവൈഡർ തരുന്ന റൂട്ടർ ആയിരിക്കും അതോ? അല്ല, മിക്കവാറും ഈ റൂട്ടർ നമ്മൾ പർച്ചേസ്, അപ്പൊ ഇവിടെയാണ് നമ്മൾ പറയുന്നത്, ഇത് സിസ്കോൻ്റെത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 1 lakh ആവും. നേരെ മറിച്ച് ഇത് സിസ്കോന് പകരം ചിലപ്പോൾ ജുനിപ്പറിൻ്റെത് മേടിക്കുകയാണെന്നുണ്ടെങ്കിലോ ചിലപ്പോൾ 50,000 ആവുള്ളൂ. ചിലപ്പോൾ HP-ൻ്റെത് മേടിക്കുകയാണെന്നുണ്ടെങ്കിലോ ചിലപ്പോൾ ഒരു 40,000 ആവുള്ളൂ. അപ്പൊ ഇത് നമുക്ക് സെലക്ട് ചെയ്യാം ഈ ഡിവൈസ് ഏതാന്നുള്ളത്. സർവീസ് പ്രൊവൈഡർ എന്ത് ചെയ്യും, അവർ വേണമെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യും, സിസ്കോ ആണ് നല്ലത് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അവർ സജസ്റ്റ് ചെയ്യും. കാരണം സിസ്കോ ഒക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കൊല്ലങ്ങളോളം നോക്കണ്ട. അത് അങ്ങനെ നിങ്ങൾ ഈവൻ AC റൂമിലൊന്നും അല്ല വെച്ചത്, ഒരു സാധാരണ റൂമിലാണ് ആ റൂട്ടർ വെച്ചതെങ്കിൽ പോലും അത് ഹാങ് ആവാണ്ട് വർഷങ്ങളോളം റൺ ചെയ്തോളൂ. നേരെ മറിച്ച് ഒരു ലോ കോസ്റ്റ് സംഭവമാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിലോ അത്
കുറച്ച് കഴിഞ്ഞാൽ അത് സ്ലോനെസ് കാണിക്കും. പിന്നെ മാത്രമല്ല ഈ ലാൻഡിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടൂലേ, അപ്പൊ കൂടുതൽ ട്രാഫിക് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് ആർക്കും ഉണ്ടാവില്ല, ലോ കോസ്റ്റ് റൂട്ടറിന് ഉണ്ടാവില്ല. ഓക്കെ, ഹൈ ബാൻഡ് വിഡ്ത്ത് കമ്മ്യൂണിക്കേഷൻ ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ റൂട്ടർ തന്നെ ഹാങ് ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. ഏത് നമ്മൾ ലോ കോസ്റ്റ് റൂട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ, ഇപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇപ്പൊ സാധാരണ നമ്മളെ വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഇന്റർനെറ്റ് കണക്ഷൻ, നേരെ ഒരു ഇന്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നു, നേരെ നമ്മളൊരു ഫൈബർ ഒപ്റ്റിക്കിന്റെ ഒരു നമ്മളെന്താ പറയുക OLT ആ ഡിവൈസിനകത്തുനിന്ന് നമ്മൾ നേരെ നമ്മൾ റൂട്ടർ മോഡത്തിലേക്ക് കൊടുക്കുന്നു. റൂട്ടറും മോഡും വയർലെസ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളുണ്ടാവും. ഇപ്പൊ എൻ്റെ കേസിൽ ഞാൻ ബ്രൗസ് ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ കേസിൽ അതിൻ്റെ IP എന്ന് പറയുന്നത് ഈ റൂട്ടിൽ സീരിയൽ ഇന്റർഫേസ് ഒറ്റ ഉണ്ടാവുള്ളൂ അതോ അല്ലല്ല, അത് നമുക്ക് എത്ര മൊഡ്യൂൾസ് ഉണ്ടോ അത്രയും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ആഡ് ചെയ്യാം. വിക് 1T വേണം വിക് 1T ആഡ് ചെയ്യാം. അത് നമ്മൾ റൂട്ടർ ബേസിക്സിൽ ഡീറ്റെയിൽ ആയിട്ട് വരും കേട്ടോ. ഇത് കണ്ടോ, ഇത് D-Link-ന്റെ ഒരു മോഡാണ്. ഓക്കെ, പാസ്വേഡ് ഒക്കെ ഇതിനകത്ത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നേരെ ഇതിനകത്തേക്ക് വരും. അപ്പൊ ഇതും ശരിക്കും എന്താണ്, ഒരു റൂട്ടർ കം മോഡം തന്നെയാണ്. റൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്തും നടക്കും, റൂട്ടിംഗ് ഒക്കെ. പക്ഷെ ഇതിന്റെ പ്രോബ്ലം എന്താ വെച്ചാൽ, ഇത് വളരെ വില കുറഞ്ഞ്, അതായത് ഏകദേശം ഒരു 1000 രൂപ 2000 രൂപക്ക് ഞാൻ വാങ്ങിച്ച സാധനമാണ്. അപ്പൊ ഇതിന് മാക്സിമം എൻ്റെ വീട്ടിലുള്ള കുറെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുമല്ലോ. എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഒരു എന്താ പറയാ, നമ്മളെ സപ്പോസ് നമ്മൾ വിചാരിക്കുക ഇവിടെ ഇതാണ് എൻ്റെ മോഡെന്ന് വിചാരിച്ചോ. ഇവിടെ നമ്മളൊരു 4-5 യൂസേഴ്സ്, ഇപ്പൊ ഞാൻ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിലുള്ള TV-യിലേക്ക് യൂട്യൂബ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലുള്ള എല്ലാവരും മൊബൈലൊക്കെ വെച്ചിട്ട് ഒരു വൈഫൈ, ഇതിനകത്തൊരു വൈഫൈ ഉണ്ടാവില്ല, മൊബൈൽ വെച്ചിട്ട് കുറച്ച് ആൾക്കാർ, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10-15 ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഇന്റർനെറ്റിനകത്തേക്ക് വിടുന്നുള്ളൂ, നടത്തുന്നുള്ളൂ. ഇത് ഇന്റർനെറ്റ് ആണ് കേട്ടോ. നിങ്ങൾ നേരത്തെ ഇത് നിങ്ങൾ വിചാരിക്കേണ്ട, ഇത് ഇന്റർനെറ്റിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഡിവൈസിന്റെ ത്രൂപുട്ടിനെ ഡിപ്പെൻഡ്. അപ്പൊ ഈ ഡിവൈസിന്റെ ത്രൂപുട്ട് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഇതേ സെറ്റപ്പ് ഞാൻ സപ്പോസ് നമ്മൾ വിചാരിക്കുക, ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഇപ്പൊ ഇൻഫോ ക്യാമ്പസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇതേ സെറ്റപ്പ് ഞാൻ ചെയ്തു എന്ന് വിചാരിക്കാം. എനിക്ക് ഇന്റർനെറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു, ഇൻഫോ ക്യാമ്പസിൽ ഒരുപാട് സ്റ്റുഡൻസ് വന്ന് ജോയിൻ ചെയ്തു. ഓക്കെ, സപ്പോസ് ഒരു 100 പേര് വന്ന് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കാം. ഈ 100 പേരും കൂടെ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് മൊത്തം ഈ റൂട്ടർ മറ്റേ ഈ എന്താ പറയുക, ഈ മോഡം ചിലപ്പോൾ ഈ മോഡം ചിലപ്പോൾ ഹാങ് ആയി പോകും. അത്രയൊന്നും നാറ്റ് വരും ഇതിനകത്ത്. ഓക്കെ, നാറ്റിന്റെ ടേബിൾസ് ഒന്നും അത്രയും ഹാൻഡിൽ ചെയ്യാനുള്ള മെമ്മറി പവർ ഒന്നും ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവില്ല. നാറ്റ് എന്താണെന്നൊക്കെ നിങ്ങൾ പഠിക്കും. ഓക്കെ, നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഹാങ് ആവും. അപ്പൊ ആ സമയത്താണ് നമുക്ക് പണി കിട്ടിയെന്ന് മനസ്സിലാവുക. ഞാൻ ലോ കോസ്റ്റ് നോക്കി പോയി. അപ്പൊ എന്ത് ചെയ്തു, അത് ചെറിയ എൻവയോൺമെന്റ് ഓക്കെയാണ്, പക്ഷെ വലിയൊരു കമ്പനി ആകുമ്പോൾ അത് ഓക്കെ അല്ല. അപ്പൊ ഇൻഫോ ക്യാമ്പസിനാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെ അല്ല. ഇനിയിപ്പോ ഇത് നേരെ മറിച്ച് ഒരു സോഫ്റ്റ്വെയർ ഫേം ആണെന്ന് വിചാരിച്ചോ, സോഫ്റ്റ്വെയർ കമ്പനി, ഒരു ഡെവലപ്മെന്റ് ഫേം ആണ്. ഇവിടെ ഒരു 10-200 പേര് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ലാൻഡിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഡെവലപ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഇന്റർനെറ്റ് നോക്കിയിട്ടാണ് പല സോഴ്സ് കോഡും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുന്നതും മനസ്സിലാക്കുന്നതും. അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ChatGPT ചെയ്യുന്നുണ്ടാവും, പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഇന്റർനെറ്റിൽ പോകുന്ന നേരത്തെ എന്തായി പോകും, ഈ മോഡം ഹാങ് ആയി. ആ സമയത്ത് നിങ്ങൾ ഇത് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യും, ഇതിന് പകരം നിങ്ങളൊരു റൂട്ടർ കൊണ്ടുവന്നു, അതായത് സിസ്കോന്റെ ഒറിജിനൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്ന് നോക്കും. അപ്പൊ എന്താണ്, ഈ ഡിവൈസിന് നല്ല ത്രൂപുട്ടാണ്. അപ്പൊ നമ്മൾ എത്ര കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇയാളത് ഹാൻഡിൽ ചെയ്തോളൂ. നിങ്ങൾക്ക് ഹാങ് ആയി പോകുന്നൊരു സിറ്റുവേഷൻ വരില്ല, നിങ്ങളെ വർക്കൊന്നും ബ്ലോക്ക് ആയി പോകില്ല.
ഓക്കെ, നേരെ മറിച്ച് ഈ മോഡാണെന്നുണ്ടെങ്കിൽ ഈ മോഡത്തിനൊക്കെ നല്ലൊരു ഇന്റർനെറ്റിനകത്തുള്ള ഒരു ഹാക്കർ വന്നാൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഒരു പിങ് ഓഫ് ഡെത്തിന്റെ അറ്റാക്ക് ഒക്കെ കൊടുക്കാന്നുണ്ടെങ്കിൽ ആ റൂട്ടർ ഹാങ് ആയി പോകും. സെക്യൂരിറ്റി ഒന്നും ബിൽഡ് ചെയ്യാനൊന്നുള്ള കോൺഫിഗറേഷൻ കമാൻഡ്സ് ഒന്നും ഇതിനകത്ത് വർക്കൗട്ട് ആവില്ല. നേരെ മറിച്ച് ഒരു VPN ചെയ്യണം, VPN ചെയ്യാനുള്ള കമാൻഡ് ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. വളരെ കുറച്ച് ഫീച്ചേഴ്സുകൾ. ഇപ്പൊ നിങ്ങൾ ബ്രൗസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, വളരെ കുറച്ച് ഫീച്ചേഴ്സ് അതിനകത്തുണ്ടുള്ളൂ. VPN ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവുകയെന്നില്ല ചിലപ്പോൾ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ വീട്ടിലൊരു മോഡ് ഉണ്ടാവുമല്ലോ, ആ മോഡത്തിനകത്തേക്ക് നിങ്ങൾ മിക്കവാറും IP എന്ന് പറയുന്നത് 192.168.1.1 അല്ലെങ്കിൽ 0.1 വെക്കും. അതിനകത്ത് ബ്രൗസ് ചെയ്ത് നോക്കുക, മിക്കവാറും അഡ്മിൻ ആയിരിക്കും പാസ്വേഡ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പാസ്വേഡ് ഏതാന്നുള്ളത് അതിന്റെ ആ മോഡൽ നമ്പർ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലാതെ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ റീസെറ്റ് ബട്ടൺ അമർത്തിയിട്ട് റീസെറ്റ് ചെയ്ത് പുതിയ പാസ്വേഡ് കൊടുക്കണമെങ്കിൽ പുതിയ പാസ്വേഡ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ISP നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ തരുന്ന ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പാസ്വേഡ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ പാസ്വേഡ് നിങ്ങൾക്ക് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് കണ്ടോ സെറ്റിംഗ്സ്, ഇന്റർനെറ്റ് PPPoE ആണോ, PPPoE. ഇതിന്റെ ഓതന്റിക്കേഷൻ യൂസർ നെയിം പാസ്വേഡ് PPPoE എന്ന് പറഞ്ഞാൽ PPP ഓവർ എതർനെറ്റ്. ഓക്കെ, ഇതിപ്പോ എന്റെ യൂസർ നെയിം കേരള വിഷന്റെ യൂസർ നെയിം പാസ്വേഡ് ആണ്. അത് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റ് കിട്ടി. ഓക്കെ, പിന്നെ വയർലെസിന്റെ മറ്റേ എന്താ പറയാ SSID അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സംഭവങ്ങൾ. പിന്നെ നെറ്റ്വർക്ക് സെറ്റിങ്സ്, അതായത് നമ്മളെ ലാൻഡ് DHCP പൂള്, ഓക്കെ, DHCP ഏത് റേഞ്ചാണ് വരേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഡീലിംഗ് ക്ലൗഡ് രജിസ്ട്രേഷൻ, അത് സപ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഫീച്ചേഴ്സ്, ഇത്രയും ഫീച്ചേഴ്സ് അതിനകത്തുള്ളൂ. QoS എഞ്ചിൻ ഉണ്ട്, ഫയർവാൾ ഉണ്ട്, പോർട്ട് ഫോർവേഡിങ് ഉണ്ട്. ഇപ്പോൾ ഫയർവാൾ പോയി. ഓക്കെ, ഇപ്പോൾ ഫയർവാൾ റൂൾസ് നമുക്ക് വേണമെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആഡ് റൂൾ. ഓക്കെ, പക്ഷെ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു സ്മോൾ സ്കെയിൽ സാധനമാണ്, വളരെ ചെറിയൊരു കമ്പനിക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള സാധനമാണ്. ഇതിന്റെ അഡ്വാൻസ് ലെവൽ സംഭവങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ സിസ്കോ റൂട്ടറിനകത്തൊക്കെ വർക്കൗട്ട് നമ്മൾ അതേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് ഗ്രാഫിക്കലായിട്ട് അതിന്റെ ഡോക്യുമെന്റ് നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. ഹലോ, ഹലോ, ഞാനിന്ന് വരാൻ കുറച്ച് ലേറ്റ് ആയി. ഇന്ന് എന്താ കമന്റ് എന്താ എടുത്തേക്കൊന്നു ഒന്ന് ആരെയും സംസാരിക്കുന്നത്? നജീബ്. ഓക്കെ. ഇന്ന് നമ്മൾ ഇന്ന് എന്താ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതിന്റെ റെക്കോർഡിംഗ് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേ. ഗ്രൂപ്പിലില്ലേ? ഇല്ല ഗ്രൂപ്പിലില്ല. ഓക്കെ. അപ്പൊ ഒന്ന് ഹായ് ഇട്ടാൽ മതി. ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഒന്ന് ഹായ് ഇട്ടിട്ട് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു വോയിസ് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാല് ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ഡിവൈസുകൾ പർച്ചേസ് ചെയ്യേണ്ടത്, സർവീസ് പ്രൊവൈഡറിന്റെ അടുത്ത് നിന്ന് ലൈൻ എങ്ങനെയാണ് എടുക്കുക, എവിടേക്കാണ് അത് ടെർമിനേറ്റ് ചെയ്യുക, പിന്നെ എങ്ങനെയാണ് റൂട്ടർ ബേസിക് ആയിട്ട് കോൺഫിഗർ ചെയ്യുക, ഇന്റർഫേസിനൊക്കെ എങ്ങനെയാണ് IP കൊടുക്കുക, പിന്നെ അതേപോലെ തന്നെ സ്റ്റാറ്റിക് റൂട്ടിംഗ് എങ്ങനെയാണ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് റെക്കോർഡിംഗ് ഞാൻ എനേബിൾ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ റെക്കോർഡിംഗ് തരാം കേട്ടോ. താങ്ക് യു. ഈ സ്വിച്ച് റൗട്ടർ തമ്മിൽ ഡിഫറൻറ്റ് എന്താണ്? സ്വിച്ച് റൂട്ടറും നമ്മൾ സ്വിച്ച് എന്ന് പറയുന്നത് ഒരു L2 ഡിവൈസ് ആണ്. നമ്മൾ വെറുതെ സ്വിച്ച് എന്ന് പറയുന്നത് ഒരു L2 ഡിവൈസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇതിനകത്ത് ഇപ്പൊ നമ്മൾ സ്വിച്ചിനകത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് സ്വിച്ചിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാട്ടോ പഠിക്കുള്ളൂ. നിങ്ങൾ ചോദിച്ചു പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ സ്വിച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഈ സ്വിച്ചിനകത്ത് നമ്മൾ ഈ CLI എടുക്കും, എനേബിൾ ഷോ മാക് അഡ്രസ്. ഈ സ്വിച്ചിനകത്ത് മാക് അഡ്രസ് ടേബിൾ ഉണ്ടാവും. അതായത് ഓരോരോ മാക് അഡ്രസ് നമ്മൾ പഠിച്ചില്ലേ, ഓരോ കമ്പ്യൂട്ടറിന് ഓരോ മാക് അഡ്രസ് ഉണ്ടാവും പഠിച്ചില്ലേ. ആ ഓരോ മാക് അഡ്രസ്സും അത് ഏത് പോർട്ടിലാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ശരിക്കും കമ്മ്യൂണിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ 4 മാക് അഡ്രസ്. അപ്പോൾ ഇവിടെ ഒരു PC, ഒരു സെർവർ, ഒരു റൂട്ടർ. ഓക്കെ, ഇത്രയും മാക് അഡ്രസ്സുകളാണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ PC-ന്ന് നമുക്ക് ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്തു. നമ്മൾ ഇതിന്റെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കാം. ഡെസ്ക്ടോപ്പിൽ പോയിട്ട് ഇതിന്റെ കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു. ഇതൊക്കെ നമുക്ക് CCNA ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, ഇന്ന് തന്നെ ഇപ്പോൾ ഒരു സ്റ്റുഡന്റ് ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നിട്ട് ചോദ്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്വിച്ച് ആൻഡ് റൂട്ടർ, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ STP ആൻഡ് RSTP, വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹബ് ആൻഡ് സ്വിച്ച്. ഓക്കെ, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 192.168.1.1
നമ്മളത് 0.2 എന്ന് പറയുന്നത് നമ്മൾ തന്നെ. ഓക്കെ, അത് പിങ്ങായി. 0.3 എന്ന് പറയുന്നത് അടുത്ത കമ്പ്യൂട്ടർ, അത് പിങ്ങായി. 0.254 എന്ന് പറയുന്നത് സെർവർ, അത് പിങ്ങായി. 0.1 എന്ന് പറയുന്നത് നമ്മുടെ റൂട്ടർ, അത് പിങ്ങായി. ഇനിയിപ്പോൾ 0.5 എന്ന് പറയുന്നത് ആരുമില്ല, അപ്പോൾ അതിനകത്ത് ഈ പിങ്ങും ആവില്ല. ഓക്കെ, കൺട്രോൾ സി പിങ് ആവില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ സ്വിച്ചിനകത്ത് കയറിയിട്ട് ഷോ മേക്ക് അഡ്രസ് ടേബിൾ എന്നുള്ള കമാൻഡ് അടിച്ച് പോയി കഴിഞ്ഞാൽ സ്വിച്ചിന്റെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താണ്? ലെയർ 2 ഇൻഫർമേഷൻ, മേക്ക് അഡ്രസ്. ലെയർ 2 എന്താ, ലെയർ 3 എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ല. അത് TCP/IP പഠിക്കണം. ലെയേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, കണ്ടോ മേക്ക് അഡ്രസ്. അപ്പോൾ ഇത് ഓരോ കമ്പ്യൂട്ടറിന്റെ മേക്ക് അഡ്രസ് അത് എവിടെയാണ് ഉള്ളത്, അത് ഏത് പോർട്ടിലാണ് ഉള്ളത്, ഈ ഇൻഫർമേഷൻ ആണ് സ്വിച്ചിനകത്ത് ഉണ്ടാവും. ഇതിനെ ലെയർ 2 ഇൻഫർമേഷൻ എന്ന് പറയും. ഇനി നേരെ വെച്ച് റൂട്ടറിനകത്തോ, റൂട്ടറിന്റെ കമാൻഡ് എന്ന് പറയുന്നത് ഷോ മേക്ക് അഡ്രസ് ടേബിൾ അല്ല, എനേബിൾ. ഹലോ, ആ ക്ലാസ്സിലാണ്? ഇല്ലില്ല, ഒരു 10 മിനിറ്റും കൂടെ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഓക്കെ, അപ്പൊ ഇനി ഇവിടെ സ്വിച്ച് റൂട്ടറിനകത്ത് എന്താ ഉണ്ടാവുക? റൂട്ടർ ലെയർ 3 ഡിവൈസ് ആണ്. ഷോ IP റൂട്ട്. റൂട്ടറിന്റെ ബേസിക് ഡാറ്റാബേസ് എന്താണ്? റൂട്ടിംഗ് ടേബിൾ. അപ്പൊ റൂട്ടറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റൂട്ടിംഗ് ആണ്. ആ റൂട്ടിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വരുന്നത് ലെയർ 3-ലാണ്. സ്വിച്ചിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്വിച്ചിങ് ആണ്. ഓക്കെ, അത് വരുന്നത് ലെയർ 2 ഫംഗ്ഷൻ ആയിട്ടാണ്. സ്വിച്ചിന്റെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് മാക് അഡ്രസ് ടേബിൾ ആണ്. റൂട്ടറിന്റെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് എന്താണ്? റൂട്ടിംഗ് ടേബിൾ ആണ്. ഇതൊക്കെയാണ് റൂട്ടറും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഹയർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ലെയർ 3 സ്വിച്ച് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒന്ന് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആകെ കൂടെ കോംപ്ലിക്കേഷൻ, ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയി. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയോ? റൂട്ടറും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? മനസ്സിലായി. നജീബ് വർക്ക് ചെയ്യണോ? അതെ, വർക്ക് ചെയ്യാം. മീൻസ് IT ഫീൽഡിലാണോ? അതെ, IT ഫീൽഡ് തന്നെ. ഓക്കെ 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 ഓക്കെ. ഡെസ്ക്ടോപ്പ് സപ്പോർട്ട് ആണോ? അതെ, ഓക്കെ ഓക്കെ. അപ്പൊ അതിലും കൂടി കുറച്ച് മുകളിലായിട്ട്. CCNA കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്കിംഗ് ഐഡിയ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഒരു പെട്ടെന്ന് നിങ്ങൾക്ക് ഹയർ പൊസിഷനിലേക്ക് പോകാൻ പറ്റും. കാരണം ഈ ഒരു നോളജ് ഇപ്പൊ ഡൗട്ട്സ് ചോദിക്കുന്നതിന് കാരണം എന്താ? നിങ്ങൾക്ക് കുറെ കാര്യങ്ങളെ പറ്റി ഐഡിയ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡൗട്ട് ചോദിക്കാനുള്ള ആൾക്കാരുണ്ടാകുന്ന സമയത്ത് ബാക്കിയുള്ളവർക്കും ഉപകാരമാണ്. അവരും ചിലപ്പം അവർക്കും കുറച്ചും കൂടെ നോളജ് കിട്ടും. ഈ ഇപ്പൊ ഒരു കമ്പനിയിൽ ഒരു റൗട്ടറല്ലേ ഉപയോഗിക്കുള്ളൂ? ഇപ്പൊ എക്സാമ്പിൾ ഒരു വീട്ടിലാണെങ്കിൽ ഒരു റൗട്ടറല്ലേ ഉപയോഗിക്കുള്ളൂ? ഒരു വീട്ടിലും ഒരു ചെറിയ കമ്പനിയിലൊക്കെ ഒരു റൂട്ടർ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത് ചിലപ്പോൾ നോക്കിലായിരിക്കും. ഇപ്പൊ സപ്പോസ് ഒരു കമ്പനിയിൽ നോക്കിലാണ് നിങ്ങൾ ജോലി കിട്ടിയതെന്ന് വിചാരിക്കാം. ഓക്കെ, നോക്ക് എന്ന് പറയുന്നത് ഹെഡ് ഓഫീസ് പോലെ ഉണ്ടാവുക. അവിടുത്തെ റാക്കില് ചിലപ്പോൾ ഒരു 10-20 റൂട്ടർ ഉണ്ടാവും. അതായത് ചിലപ്പോൾ 10-20 മൾട്ടി ലെയർ സ്വിച്ചസ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു 1-2 ഫയർ വാൾസ് ഉണ്ടാവും. ഇതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പക്ഷെ റൗട്ടർ എങ്ങനെ? റൗട്ടർ ISP ലൈനിന്റെ സൈഡിൽ നിന്നല്ലേ വരില്ലേ? ഇപ്പൊ ഒരു ഡാറ്റാ സെന്റർ ആണെന്ന് വിചാരിച്ചോളൂ. ഡാറ്റാ സെന്റർ മൾട്ടിപ്പിൾ റൂട്ടർ ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ മൾട്ടി ലെയർ സ്വിച്ചസ് ഉണ്ടാവും, മൾട്ടി ലെയർ സ്വിച്ചസ് ഉണ്ടാവും. റൂട്ടർ ഒന്നേ ഉണ്ടാവുള്ളൂ, റൂട്ടറും ഫയർവാളൊക്കെ ഒന്നേ ഉണ്ടാവുള്ളൂ. പക്ഷെ മൾട്ടി ലെയർ സ്വിച്ചസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഡാറ്റാ സെന്റർ ആണെങ്കിൽ രണ്ട് ISP എന്തെങ്കിലും ഇഷ്യൂ വരാതിരിക്കാൻ, കണക്ടിവിറ്റിക്ക് ഇഷ്യൂ വരാൻ 2 ISP നമ്മൾ ഉപയോഗിക്കേണ്ടി വരും അല്ലേ? അതെ അതെ. റിഡൻഡൻസിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ 2 ISP കണക്ഷൻ യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് റിഡൻഡൻസിക്ക് വേണ്ടിയിട്ട് നമ്മൾ 2 റൂട്ടർ കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരേ റൂട്ടറിലേക്ക് വേണമെങ്കിൽ 2 ഇന്റർനെറ്റ് കണക്ഷൻ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റും. അതും പറ്റും, പോസിബിൾ ആണ്. പക്ഷെ ആ റൂട്ടർ എന്ന് പറയുന്നത് സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ ആണ്. ആ റൂട്ടർ കേടായി പോയി എന്തായി? നിങ്ങൾ മൊത്തം കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പ് ആയി പോയി. അപ്പം വലിയ കമ്പനികളൊന്നും അതിന് നിൽക്കൂല. അതായത് നമ്മളിപ്പോൾ CCNA പഠിക്കുന്നത് എന്തിനാ വെച്ചാല് IBM, TCS, അല്ലെങ്കിൽ മൈക്രോലാൻഡ്, അല്ലെങ്കിൽ AT&T, അല്ലെങ്കിൽ LNT, അങ്ങനെയൊക്കെയുള്ള വലിയ കമ്പനികളുടെ ഒരു നെറ്റ്വർക്ക് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ CCNA ലെവലിൽ പോകുന്നത്. മനസ്സിലായില്ലേ? അല്ലാത്ത കേസിൽ ഒരു CCENT എന്ന് പറയുന്നൊരു സംഭവമുണ്ട് സിസ്കോന്റെ തന്നെ. CCENT, എൻട്രി നെറ്റ്വർക്ക് ടെക്നീഷ്യൻ. അതിനകത്ത് ഇത്ര ഡെപ്തിലൊന്നും പോകില്ല, ബേസിക് കാര്യങ്ങൾ മാത്രം കവർ ചെയ്ത് പോവുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു മീഡിയം റേഞ്ച് നെറ്റ്വർക്ക് നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, വളരെ ചെറിയ നെറ്റ്വർക്ക്, ഒരു ഹോം നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു മറ്റേ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ വരുമോ? ഇല്ലല്ലോ.
നിങ്ങളൊരു വീട്ടിൽ ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ വെക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് എഞ്ചിനീയർ വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു വലിയൊരു ഒരു ഫേമാണ്, ഒന്നുകിൽ ഒരു ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി, ഈവൻ ഒരു കോളേജിൽ പോലും ഒരു നെറ്റ്വർക്ക് അഡ്മിൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ. അത് അവിടെയുള്ള ഏതെങ്കിലും സ്റ്റാഫിന് ആ ഇൻചാർജ് ഏറ്റെടുക്കുകയും ചെയ്യലുണ്ടാവുള്ളൂ അല്ലേ? നിങ്ങൾ പഠിച്ച കോളേജ് ഏതാ? ആ കോളേജിലെ കാര്യം ഒന്ന് ഓർത്ത് നോക്കി. അവിടെ നെറ്റ്വർക്ക് അഡ്മിൻ ഉണ്ടോ? ഇല്ലല്ലോ. ഒരു ചിലപ്പോൾ ലാബ് ഇൻചാർജ് ആയിട്ടുള്ള ഒരാളുണ്ടാവും, അവർ ചിലപ്പോൾ അതിന്റെ ഡ്യൂട്ടിയും കൂടെ ഏറ്റെടുക്കുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. ഓക്കെ. പക്ഷെ നേരെ മറിച്ച് നിങ്ങളൊരു യൂണിവേഴ്സിറ്റി പോയി നോക്കുക. സപ്പോസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആണ് അവിടുത്തെ അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നെറ്റ്വർക്ക് അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മളെ തന്നെ ഒരു സ്റ്റുഡൻ്റ് ആണ്. അതേമാതിരി വലിയ നെറ്റ്വർക്കിലാണ് എന്തുണ്ടാവുക, ഒരു നെറ്റ്വർക്ക് അഡ്മിനോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് എഞ്ചിനീയറോ ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ഡൗട്ട് ക്ലിയർ ആയില്ലേ? യെസ്, താങ്ക് യു. ഇപ്പം നജീബ് വർക്ക് ചെയ്യുന്നത് എന്തിലാണ്? IT മീൻസ് സോഫ്റ്റ്വെയർ കമ്പനിയാണോ? എന്തിലാ വർക്ക് ചെയ്യുന്നത്? നമ്മളൊരു എല്ലാം കൂടിയുള്ള കമ്പനി ഒരുപാടുണ്ട്, 14 കമ്പനി ഉണ്ട്. 14 കമ്പനി ഉണ്ട്. അപ്പൊ അതിന്റെ Yes. IT ഫുള്ള് ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? ഞങ്ങൾ 4 ടീമുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സെക്യൂരിറ്റിക്ക് ഒരു ടീം ഉണ്ടാവും അല്ലെ? എന്റർപ്രൈസിന് ഒരു ടീം ഉണ്ടാവും. 4000 എംപ്ലോയീസ്. ഓക്കെ. ഓ, 4000 എംപ്ലോയീസ് ഉണ്ട് അല്ലേ? വെരി ഗുഡ്. യെസ്. ഓക്കെ. അപ്പൊ അതിൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ നെറ്റ്വർക്കിന്റെ ഡയഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു നോളജ് കിട്ടും. അതിനാണ് ഇപ്പൊ എന്നിട്ട് വെച്ചാൽ ആ ഡയഗ്രത്തിനകത്തുള്ള ഇതിനകത്ത് LLD HLD എന്ന് പറഞ്ഞ 2 ഡിസൈൻ ഉണ്ടാവും. ഞാൻ ഫേസ് ചെയ്യേണ്ട ഇഷ്യൂകളാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ടാണ് ഡൗട്ട് ഒരുപാട് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പം നമുക്ക് ആ ഓരോ ഡിവൈസിന്റെ കോൺഫിഗറേഷനും ഇനി നിങ്ങൾ നോക്കുക. സിസ്കോ ഡിവൈസ് ഉണ്ടോ അതിനകത്ത്? എല്ലാം സിക്സ്കോ ആണ്. ഓ, വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. അടിപൊളി. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ആക്സസ് ഉണ്ടോ? എല്ലാം ഉണ്ട്. റീഡ് ആക്സസ് ഉണ്ടോ? കോൺഫിഗറേഷൻ ആക്സസ് ഒക്കെ ഉണ്ടോ? ഒക്കെ നമ്മളെ കയ്യിലുണ്ടാ. ഓ, 3 സിസ്കോ സ്വിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അടിപൊളി. 2960 ഉണ്ട്. ഓഹോ, പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ചോദിച്ചപ്പോ ഒരു നിന്ന് കൊണ്ടുപോയി. അടിപൊളി. ഓക്കെ. അപ്പൊ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് പറയാം, നമ്മൾ സ്വിച്ചിങ് പഠിക്കുന്ന സമയത്ത് VLAN പഠിക്കും, ട്രങ്കിങ് പഠിക്കും, മറ്റേ എന്താ പറയാ പോർട്ട് ചാനൽ പഠിക്കും, LACP PAGP അങ്ങനെ പല പ്രോട്ടോകോൾസും പഠിക്കും. അതൊക്കെ നിങ്ങൾക്ക് ആ സ്വിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഫിസിക്കലി കണക്ട് ചെയ്തിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ. മെയിനായിട്ട് ഇഷ്യൂ വന്നിട്ട് VLAN അവിടെ തന്നെ സ്റ്റക്ക് ആയിരിക്കുന്നുണ്ട്. ആണല്ലേ? VLAN. ഓക്കെ. VLAN ഒക്കെ നമ്മൾ പഠിക്കും. സ്വിച്ച് പഠിക്കുന്ന സമയത്ത് VLAN പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കും. പറഞ്ഞ സ്വിച്ചിനകത്തുള്ള 2 കൺസെപ്റ്റ്, ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് VLAN ഉം ഒന്ന് STP സ്പാനിങ് ട്രീ പ്രോട്ടോകോളും ആണ് നമ്മളെ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അത് രണ്ടും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കുന്നത്. CCNA തന്നെ നമ്മളത് പഠിക്കുന്നുണ്ട്. NP-ലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്ന് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ റെക്കോർഡിംഗ്. ഓക്കെ.